പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ രാത്രികാലം കർത്താവിൻ്റെ ശ്രേഷ്ഠമേറിയ തിരുവചനവുമായി നിങ്ങളുടെ മധ്യേ കടന്നു വരുവാൻ കർത്താവിൻ്റെ ജീവിതത്തിനകത്ത് നൽകിയ വലിയ കൃപകളെ ഓർത്തുകൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഗ്രേഫ മീഡിയ എന്ന് പറയുന്ന ഈ ഫേസ്ബുക്ക് പേജിലൂടെ കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനം പറയുവാൻ എനിക്കൊരു അവസരം ഒരുക്കി തന്ന ദൈവത്തിന് നന്ദി അർപ്പിക്കാം. ഇതിലേക്ക് എന്നെ ക്ഷണിച്ച കർത്താവിൻ്റെ വിലപ്പെട്ട ദൈവദാസൻ പാസ്റ്റർ A.Y. തോമസിനോടും തൻ്റെ കുടുംബത്തോടുമുള്ള പ്രത്യേക സ്നേഹവും നന്ദി ഞാൻ ഇതിനകത്ത് ഓർപ്പിക്കുകയാണ്. ദൈവം ഈ ഗ്രൂപ്പിനെയും ഇതിലുള്ള എല്ലാ മെമ്പേഴ്സുമാരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. കർത്താവിൻ്റെ ശ്രേഷ്ഠമേറിയ വചനം നാം ഇന്ന് രാത്രികാലം പറയുമ്പോൾ പല ഭവനങ്ങൾക്കകത്തും ചില വിഷയങ്ങളുടെ മേലും ദൈവിക വിടുതലുകൾ നമ്മുടെ കണ്ണുകൊണ്ട് കാണുവാൻ വേണ്ടി ഈ രാത്രിയിൽ നാം ഏൽപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കുവാൻ ഇടയായിത്തീരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവദാസനെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. തൻ്റെ പ്രവർത്തനങ്ങളെ, തൻ്റെ സഭയെല്ലാം ദൈവം മാനിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഞാൻ ഇന്ന് പ്രസംഗിക്കുവാൻ വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്ന സബ്ജക്റ്റ് എന്ന് പറയുന്നത് അഭിഷേകത്തിൻ്റെ ശക്തി എന്നതാണ്. പ്രൈസ് ദി ലോർഡ്. എന്താണ് അഭിഷേകം? പഴയ നിയമത്തിനകത്ത് അഭിഷേകത്താൽ ദൈവ ഭക്തന്മാരായ പുരുഷന്മാർ ദൈവ സാന്നിധ്യത്തിൽ നിറഞ്ഞു നിന്നുകൊണ്ട് ദൈവം അവർക്ക് കൊടുത്ത അഭിഷേകത്തിന്റെ അത്ഭുതങ്ങൾ അഭിഷേകത്തിലൂടെ ചെയ്യുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. ചില വ്യക്തികളെ നിങ്ങളുടെ മധ്യേ പരിചയപ്പെടുത്തി അഭിഷേകത്തിന്റെ ശക്തിക്ക് വേണ്ടി ദാഹിക്കുന്നവർ, ആ അഭിഷേകത്തിന്റെ ശക്തിക്ക് വേണ്ടി ഇന്നും കാത്തിരിക്കുന്നവർ ഈ കാലഘട്ടത്തിൽ ഉണ്ടെന്ന് ദൈവത്തിന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് പ്രാർത്ഥനയോടെ ഇരിക്കുകയാണെങ്കിൽ, നിങ്ങൾ എത്ര വിദൂരതയിൽ ഇരിക്കുന്ന വ്യക്തിയാണെങ്കിലും ഈ അഭിഷേകത്തിന്റെ ശക്തി നിങ്ങളുടെ ഭവനങ്ങൾക്കകത്ത്, നിങ്ങളുടെ വ്യക്തി ജീവിതങ്ങൾക്കകത്ത്, നിങ്ങളുടെ കുടുംബത്തിനകത്ത്, തലമുറകളുടെ മേൽ, നിങ്ങളുടെ സഭയ്ക്കകത്ത് ഈ അഭിഷേകത്തിന്റെ ശക്തി വെളിപ്പെടുവാൻ പോകുക. അഭിഷേകത്തിന്റെ ശക്തി വ്യക്തമായി അനുഭവിച്ച 4 വ്യക്തികളുടെ ജീവിത സാഹചര്യങ്ങളെയും നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുവാൻ ദൈവാത്മാവിന്റെ ഉള്ളത്തിനകത്ത് ചില ചിന്തകൾ ഇട്ടിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. അതിന് പ്രാർത്ഥനയുടെ ഒരുക്കത്തോടെ ആയിരിക്കുമെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് സംസാരിക്കുവാനിടയായിത്തീരും. ഒന്നാമത് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന വ്യക്തി എന്ന് പറയുന്നത് ദാവീദിന്റെ ജീവിതത്തിനകത്ത് അഭിഷേകത്തിന്റെ ശക്തിയാണ്. തനിക്ക് മുമ്പിൽ നിന്നിരുന്ന പ്രതികൂലത്തെ, തനിക്ക് മുമ്പിലിരുന്ന പ്രശ്നത്തെ അഭിഷേകത്തിന്റെ ശക്തിയാൽ അവൻ കീഴ്പ്പെടുത്തുവാൻ ഇടയായി. നമുക്ക് എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ട ഒരു കഥാപാത്രമാണ് ദാവീദിന്റെ സങ്കീർത്തനങ്ങൾ എല്ലാ ഞായറാഴ്ചകളിലും സഭകളിൽ വായിക്കുവാൻ വേണ്ടി തിരഞ്ഞെടുക്കുന്നു. ദാവീദിനെ കുറിച്ച് അറിയാത്ത ആരുമില്ല. ഒരു കൊച്ചു കുഞ്ഞിനോട് ചോദിച്ചാൽ പോലും ദാവീദിനെ കുറിച്ച് അറിയാം. ബൈബിളിനകത്ത് ദാവീദിനെ ദൈവം ശക്തമായി ഉപയോഗിക്കുക. ബൈബിളിനകത്ത് ദാവീദിനെ കൊണ്ട് ശത്രുക്കളെ സംഹരിക്കത്തക്കവണ്ണം അവന്റെ മേൽ ചില നിയോഗങ്ങൾ വെളിപ്പെടുകയാണ്. അതിനുദാഹരണം, കാട്ടിലായിരിക്കുമ്പോൾ തന്റെ ജീവിതത്തിന് നേരെ തന്റെ ആടുകളെ പിടിക്കുവാൻ വേണ്ടി ഒരിക്കലും ഒരു സിംഹം, ഒരിക്കലും ഒരു കടലിനെയും അവന്റെ ജീവിതത്തിന് നേരെ വന്നു. പക്ഷേ അതിന്റെ നടുവിലും ദൈവത്തിന്റെ അഭിഷേകം അവന്റെ മേലുള്ളത് കൊണ്ട് നിസ്സാരം അവനതിനെ കീറിക്കളയുവാനിടയായി തീർന്നു. നിസ്സാരം അവനെ നിലത്തടിച്ചു കൊല്ലത്തക്കവണ്ണം അവന്റെ മേലൊരു ദൈവകൃപയുണ്ടായിരുന്നു. സ്തോത്രം. ആ ദൈവകൃപയോടെ മുന്നോട്ട് പോകുമ്പോൾ ഇതാ നോക്കുമ്പോൾ ഒരു ഫെലിസ്ത്യനായ ഗോലിയാത്ത് ഇസ്രായേൽ ജനത്തിന് നാളുകൾ കൊണ്ട് നിന്നയായി, നാളുകൾ കൊണ്ട് രാജാവിന്റെ ഉറക്കം കെടുത്തി, ഇസ്രായേൽ ജനത്തിന്റെ ഉറക്കം കെടുത്തി നാളുകൾ കൊണ്ട് ചില 40 അല്ലെങ്കിൽ ചില ദിവസങ്ങൾ കൊണ്ട് 7-ാം താഴ്വരയിൽ അവൻ നിന്ന് വെല്ലുവിളിക്കുക. അവന്റെ വെല്ലുവിളിയുടെ നടുവിൽ എല്ലാവരും ഭയപ്പെട്ടു, എല്ലാവരും പുറകോട്ട് മാറി, എല്ലാവരും ഭാരപ്പെട്ടു, എല്ലാവരും വേദനപ്പെട്ടു. എന്തെന്നറിയാമോ? അവിടെ അഭിഷേകമില്ലായിരുന്നു. പക്ഷെ അഭിഷേകമുള്ള അഭിഷേകത്തിന് അവൻ നിന്നയും പരിഹാസവും ഇസ്രായേൽ ജനത്തെ നിന്ദിക്കുന്ന ദൈവത്തെ നിന്ദിക്കുന്നത് കണ്ടു നിൽപ്പാൻ കഴിഞ്ഞില്ല. അവൻ അഭിഷേകത്തോടെ അവൻ പോകുകയാ. അവൻ അഭിഷേകത്തോടെ പോകുമ്പോൾ നമുക്ക് വിശുദ്ധ വേദപുസ്തകത്തിനകത്ത് നിന്ന് ഒരു വചനം വായിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. 1 ശമൂവേൽ 17-ാം അധ്യായം അതിന്റെ 50-ാം വാക്യം. ഇങ്ങനെ ദാവീദ് ഒരു കല്ല് ദാവീദ് ഒരു കവണയും ഒരു കല്ലും കൊണ്ട് ഫെലിസ്ത്യനെ ജയിച്ചു. ഹല്ലേലൂയ. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഭാഗമാണ് ഇവിടെ പറഞ്ഞത്. അങ്ങനെ ദാവീദ് കവണയും കല്ലും കൊണ്ട് ഫെലിസ്ത്യനെ ജയിക്കുവാനിടയായി തീർന്നു. കല്ലിന്റെയും കവണയുടെയും പ്രശസ്തിയല്ല, അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ദൈവ സാന്നിധ്യമുണ്ട്. ഹല്ലേലൂയ. ആ ദൈവ സാന്നിധ്യമുള്ള ഒരു മനുഷ്യന് മുമ്പിൽ നിൽക്കുന്ന വലിയ പ്രതികൂലമായി മുന്നോട്ട് വിടാതെ വണ്ണം വെല്ലുവിളിക്കുന്ന ഫെലിസ്ത്യനെ കണ്ട് ആത്മാവ് പ്രാപിച്ചവൻ പുറകോട്ട് പോകത്തില്ല.
കാരണം മുമ്പിൽ നിൽക്കുന്നവന്റെ രൂപമോ, മുമ്പിൽ നിൽക്കുന്നവൻ അണിഞ്ഞിരിക്കുന്ന വസ്ത്രത്തിന്റെ തൂക്കമോ അവന്റെ നോക്കിയാൽ പരാജയപ്പെട്ടു പോകും. പക്ഷേ അകത്തളങ്ങളിൽ കത്തുന്ന ഒരു ആത്മസാന്നിധ്യമുണ്ട്. അവനറിയാം, കഴിഞ്ഞ ദിവസങ്ങളിൽ കാട്ടിനകത്ത് കിടന്ന എന്റെ നേരെ ഞാൻ പരിപാലിച്ച എന്റെ ആടുകൾക്ക് നേരെ കയറി വന്ന പലതിനെയോ നിസ്സാരം ഒരു ശക്തി കൊണ്ട് കീഴ്പ്പെടുത്തുവാൻ ആർക്കും കഴിയത്തില്ല. ആരും ഇഷ്ടപ്പെടുന്ന വന്യമൃഗങ്ങൾ ആരെ കടിച്ചു കീറുന്ന അനുഭവമാണ്. പക്ഷെ ഇതാ അഭിഷേകമുള്ള ദാവീദിന്റെ ജീവിതത്തിനകത്ത് തന്റെ നന്മകളായിരിക്കുന്ന ആടുകളെ പിടിക്കുവാൻ വേണ്ടി വളരെ ക്രോധത്തോടെ ശാഠ്യത്തോടെ അലറി വരുന്ന സിംഹത്തെ കീഴ്പ്പെടുത്തിയ ഒരു ദൃഢനിശ്ചയം അവന്റെ ജീവിതത്തിനകത്തുണ്ടായിരുന്നു. ആ അഭിഷേകത്തിന്റെ ശക്തി കൊണ്ട് ഇതാ ഗോലിയാത്തിനെ അവനറിയാം. ഈ ദൈവം സിംഹത്തെയും കരടിയെയും എന്റെ കയ്യിൽ ഏൽപ്പിച്ച കർത്താവ് ഇവനെയും എന്റെ കയ്യിൽ ഏൽപ്പിക്ക തന്നെ ചെയ്യുമെന്നത് വിശ്വാസത്തോടെ അവൻ തോട്ടിലിറങ്ങി 5 കല്ലെടുത്ത് അവന്റെ പോക്കറ്റിൽ അവന്റെ പൊക്കണത്തിലിട്ട് മുന്നോട്ട് വരികയാ. സ്തോത്രം. നോക്കുമ്പോൾ പലരും പരാജയപ്പെട്ടു. പക്ഷെ അഭിഷേകമുള്ളവൻ ധൈര്യത്തോടെ നിൽക്കുക. അവനറിയാം ഇന്നലകളിൽ എന്റെ മേൽ തന്നിരിക്കുന്ന അഭിഷേകം ചെറുതല്ല. അത് ഇതുവരെയും ആരും ചെയ്യാത്ത, ഇതുവരെയും ആരുടെ ശക്തിക്ക് ഒതുങ്ങാത്ത ഒരു അത്ഭുതം, ഒരു അടയാളം എന്റെ കൈ കൊണ്ട് എന്നെ ദൈവം ചെയ്യിപ്പാനിടയായി. അതുകൊണ്ട് അവന്റെ ജീവിതത്തിനകത്തറിയാം, ഈ മുമ്പിൽ നിന്ന് വെല്ലുവിളിക്കുന്ന പെരിസ്തനെ കണ്ടവൻ പരാജയപ്പെട്ടില്ല. കൃപയില്ലാത്ത പലരും പുറകോട്ട് പോയപ്പോൾ അഭിഷേകമുള്ളവർ മുന്നോട്ട് കടന്നു വരുവാനിടയായി തീർന്നു. മുന്നോട്ട് കടന്നു വന്നവൻ മനസ്സിലായി ഒരു കവണ ഒരു കല്ലുകൊണ്ട് പിശാചിനെ കീഴ്പ്പെടുത്തുവാൻ അവന്റെ മേൽ അഭിഷേകം വെളിപ്പെട്ടു. സ്തോത്രം. ഗോലിയാത്തിന്റെ സ്തോത്രം 6 മുഴം 1 ചാൺ നെടുപ്പമുള്ളവനാ. അവന്റെ തലയിൽ ഒരു താമ്ര ശിരസ്ത്രമുണ്ട്. 5000 ശേക്കൽ തൂക്കമുള്ള ഒരു താമ്ര കവചമുണ്ട്. താമ്രം കൊണ്ടുള്ള കാഴ്ചവട്ടയുണ്ട്. പലതും അവന്റെ പറയുവാനുണ്ട്. പക്ഷേ ഇതാ ദൈവകൃപയുള്ളവൻ ഇതാ മുന്നോട്ട് വരുമ്പോൾ അവന്റെ കയ്യിൽ പറയുവാനൊന്നുമില്ല. പക്ഷെ അവൻ പിശാചിനെ തകർക്കുക. അവന്റെ കയ്യിൽ കവണയും ഒരു കല്ല് അവനെടുത്ത് ഉന്നം തെറ്റാതെ ശത്രുവിന്റെ നേരെ ആഞ്ഞടിക്കുവാനിടയായി തീർന്നു. അവിടെ പിശാച് കവണ് വിടുവാനിടയായി. അതിന് മാത്രമല്ല, അവന്റെ കയ്യിൽ വാളില്ലാതിരുന്നപ്പോൾ ഗോലിയാത്തിനെ വാളൂരി തന്നെ അവന്റെ തലയെ കൊയ്തെടുക്കുവാനിടയായി തീർന്നു. അഭിഷേകം ദാവീദിന്റെ മേൽ വന്നപ്പോൾ അസാധാരണമായ ചിലതിനെ ചെയ്യുവാൻ ദൈവനെ അധികാരപ്പെടുത്തി. നോക്കി നിൽക്കുന്നവർ കാണുക, വിധി എഴുതിയവർ കാണുക, ചുറ്റുപാട് കാണുക. ഇതാ ശത്രുവിനെ സംഹരിച്ച് പിശാചിനെ തലയെ തകർത്ത് ജയത്തോടെ കടന്നു വരുന്ന ഒരു ദാവീദ്. ഇന്ന് രാത്രികാല ദൈവത്തിന്റെ വചനം വിളിച്ചു പറയുക, അഭിഷേകം നിന്റെ മേലുണ്ടെങ്കിൽ നീ ഒരിടത്തും പരാജയപ്പെടത്തില്ല. അഭിഷേകത്തിന്റെ സാന്നിധ്യം നിന്റെ മേലുണ്ടെങ്കിൽ പലതിനെയും കീറിക്കളയുവാൻ കഴിയത്തില്ല. അഭിഷേകത്തിന്റെ സാന്നിധ്യത്തിന്റെ മുന്നിൽ കൂടെ നീ മുന്നോട്ട് കടക്കുകയാണെങ്കിൽ ഏതു വലിയ താമ്ര കവചം ധരിച്ച പിശാചായന് മുന്നോട്ട് വിടത്തില്ല. നിന്നെ നോക്കി വാദിക്കുന്നതായാലും, നിന്റെ ശുശ്രൂഷയ്ക്ക് നേരെ വെല്ലുവിളിക്കുന്നതായാലും, നിന്റെ അകത്തളങ്ങളിൽ കത്തുന്ന ഒരു അഭിഷേകമുണ്ട്. അത് ദിവസങ്ങളിൽ കത്തേണ്ടതുപോലെ കത്തിയ പ്രതികൂലത്തെ തകർത്തുകൊണ്ട് ശത്രുവിനെ തകർത്തുകൊണ്ട് ശത്രുവിന്റെ തലയെ കൊയ്തെടുത്തുകൊണ്ട് ഒരു വൻ വിജയത്തിലേക്ക് ദൈവാത്മാവ് നിന്നെ കൊണ്ടുവരുവാൻ ഈ രാത്രികാലം പദ്ധതിയിടുന്നു. അടുത്തൊരു വ്യക്തി ഷിംഷോൻ എന്ന് പറയുന്ന വ്യക്തി, ഇത് അവന്റെ കയ്യിൽ കിട്ടിയതെന്നറിയാവോ? ഒരു പച്ച കഴുതയുടെ താടിയൽ. ഇതാ താടിയല് കൊണ്ട് ആത്മാവ് അവന്റെ മേൽ വന്നപ്പോൾ ചിലതവിടെ ചെയ്യുവാൻ തുടങ്ങി. ആത്മാവ് അവന്റെ മേൽ വന്നപ്പോൾ അവൻ മിണ്ടാതിരുന്നില്ല. അവിടെ ഒരു വലിയൊരു ദൈവപ്രവൃത്തി അവനിൽ കൂടെ ദേശം കാണുമാറ് നിന്നിരുന്ന ശത്രുക്കൾ കാണുമാറ് 14 ജഡ്ജസ് 15 അധ്യായം അതിന്റെ 14 വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, അപ്പോൾ യഹോവയുടെ ആത്മാവ് അവന്റെ മേൽ വന്നു. ഹല്ലേലൂയ. യഹോവയുടെ ആത്മാവ് അവന്റെ മേൽ വന്നപ്പോൾ ഒന്നാമത് അവിടെ സംഭവിച്ചത്, അവന്റെ കയ്യിൽ കെട്ടിരുന്ന കയർ തീ കൊണ്ട് കരിഞ്ഞു ചണനൂൽ പോലെ ആയി. അവന്റെ ബന്ധനങ്ങൾ കയ്യിൽ നിന്ന് ദ്രവിച്ചു പോയി. ആത്മസാന്നിധ്യം അവന്റെ ജീവിതത്തിനകത്ത്, ആത്മാവ് അവന്റെ ജീവിതത്തിനകത്ത് വന്നപ്പോൾ, അഭിഷേകം അവന്റെ ജീവിതത്തിനകത്ത് വന്നപ്പോൾ അവന്റെ കയ്യിൽ കെട്ടിയിരുന്ന ചരട് അല്ലെങ്കിൽ കയ്യിൽ കെട്ടിയിരുന്ന ബന്ധനം അല്ലെങ്കിൽ കയ്യിൽ കെട്ടിയിരുന്ന ബന്ധനങ്ങൾ ദ്രവിച്ചു പോയി എന്നാ പറയുന്നത്. ദ്രവിച്ചു പോകുവാൻ ശക്തി അത്രത്തോളം ആത്മാവിന്റെ ബലം ആരുടെ മേലുണ്ടായിരുന്നു? ഷിംഷോന്റെ മേലുണ്ടായിരുന്നു. ആ ഷിംഷോൻ എന്ത് ചെയ്യുന്നറിയോ? അവന്റെ കയ്യിൽ കിട്ടിയത് ഒരു പച്ച കഴുതയുടെ താടി
താടിയല്ല. ആമേൻ എവിടെയോ കിടന്ന് ആമേൻ ഒരു വേസ്റ്റ് പുറം പറമ്പ് ആർക്കും വേണ്ടാതെ വലിച്ചെറിഞ്ഞ ഒരു താടി കഷ്ണം കഴുതയുടെ താടിയല്ല് കൊണ്ട് ഇതാ ആമേൻ അവന്റെ കയ്യിൽ കിട്ടിയത്. അതാ യഹോവയുടെ ആത്മാവിനെ നയിച്ചത് കൊണ്ട്, യഹോവയുടെ പരിശുദ്ധാത്മാവിനാൽ അവൻ ആമേൻ അഭിഷേകം ഉള്ളവനായതുകൊണ്ട് അവന്റെ കയ്യിൽ കിട്ടിയ ആ ആമേൻ സ്തോത്രം കഴുതയുടെ താടിയല്ല് കൊണ്ട് ഇതാ ഫെലിസ്ത്യരെ സംഗ്രഹിച്ചു കൂട്ടുകയാ. ആമേൻ കുന്ന് ഒന്നെന്ന് കുന്ന് രണ്ടെന്ന് പറഞ്ഞ് 1000 പേരെ അവിടെ സംഹരിച്ചു. ഹല്ലേലൂയ. ആ ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി നിന്റെ മേൽ വരുമ്പോൾ അസാധാരണ കാര്യങ്ങളെ നിന്നിൽ കൂടെ ആമേൻ സമൂഹത്തിൽ നീ ആയിരിക്കുന്നിടത്ത്, നിന്റെ പ്രവർത്തന മേഖലകളിൽ, നിന്റെ സഭയ്ക്കകത്ത് നിന്നെ നിന്ദിച്ചവരുടെ മധ്യേ നിന്നെ ഉയരത്തിനത് വാദിച്ച് നിന്നെ മുന്നോട്ട് വിടാതെ നിൽക്കുന്ന പ്രതികൂലത്തിന് നടുവിൽ ഇത് അഭിഷേകമുണ്ടെങ്കിൽ ബന്ധനങ്ങൾ ദ്രവിച്ചു പോകത്തക്കവണ്ണം കയ്യിൽ കിട്ടിയ ആമേൻ ഒരു ആയുധമല്ല അവിടെ കിട്ടിയത്, മൂർച്ചയുള്ള ആമേൻ ആയുധമല്ല അവിടെ കിട്ടിയത്. ആമേൻ പക്ഷെ അവന്റെ കയ്യിൽ കിട്ടിയത് ഉപയോഗമില്ലാതെ കിടന്ന ആമേൻ സ്തോത്രം എന്റെ പക്ഷിൽ പറഞ്ഞാൽ ആമേൻ ഏതോ ഒരു വന്യമൃഗം കടിച്ചു കീറി ആമേൻ സ്തോത്രം കഴുതയുടെ താടിയല്ല് ഹല്ലേലൂയ പുഴുക്കൾ അരിച്ച് അതിന്റെ മാംസഭാഗങ്ങൾ പുഴുക്കൾ അരിച്ച് ഉപയോഗമില്ല ആരും തിരിഞ്ഞു നോക്കാതെ കിടന്നതിന് ആമേൻ സ്തോത്രം അവന്റെ കയ്യിൽ അപ്പോൾ അത് കിട്ടി. പക്ഷെ അതിന്റെ മിടുക്ക് കൊണ്ടല്ല, അന്ന് അതിന്റെ സ്തോത്ര കഴിവ് കൊണ്ടല്ല അവിടെ ദൈവപ്രവൃത്തി വെളിപ്പെട്ടത്. ആത്മാവ് അവന്റെ മേൽ വന്നു. ആത്മാവ് വന്നാലേ ചില മാറ്റങ്ങളുടെ ജീവിതത്തിനകത്ത് സംഭവിക്കാം. അശക്തരായ മനുഷ്യരെ ശക്തരാക്കുവാൻ ആത്മാവിന് കഴിയും. ഹല്ലേലൂയ. അതിന് പ്രത്യേക ഒരു ഉദാഹരണമായി ഇതാ അവൻ ശിംശോന്റെ മേൽ ആത്മാവ് വന്നു കഴിഞ്ഞപ്പോൾ ഇത് അവന്റെ കയ്യിൽ കിട്ടിയത് ഒരു എല്ലിൻ കഷ്ണമാ. ആ എല്ലിൻ കഷ്ണം കൊണ്ട് ഇതുവരെ ആർക്കും ഒന്നും ചെയ്യുവാൻ കഴിയില്ല. ആരുടെ കയ്യിലും ആമേൻ ഹല്ലേലൂയ ഉപയോഗിക്കപ്പെടുവാൻ കഴിയാതെന്ന വലിച്ചെറിഞ്ഞ ഒരു എല്ലിൻ കഷ്ണം. പക്ഷെ അഭിഷേകം അവന്റെ മേൽ വന്നപ്പോ ആ എല്ലിൻ കഷ്ണത്തെ തന്നെ അവന്റെ കൈകളിൽ ദൈവത്തിന്റെ ആത്മാവ് ഒരു ഇണങ്ങിയ ആയുധമായി ഏൽപ്പിച്ചു കൊടുത്ത് ആ ഇണങ്ങിയ ആയുധം കൊണ്ട് അവൻ ആരൊക്കെ തകർക്കും, ആരൊക്കെ അവൻ അടിക്കുന്നുവോ അവൻ അവിടെ അവൻ സ്തോത്രം സംഹരിക്കത്തക്കവണ്ണം അവൻ അവന്റെ കയ്യിലിരുന്ന ആ എല്ലിൻ കഷ്ണത്തിന് മേൽ ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി വെളിപ്പെട്ടെന്ന ഈ രാത്രികാലം നിങ്ങളോട് ഞാൻ പറയുന്നത്. ഹല്ലേലൂയ. ഇതാ ദാവീദ് എടുത്തത് ഒരു കല്ല്, ഇതാ ശിംശോൻ എടുത്തത് ഒരു എല്ല്. ഹല്ലേലൂയ. അടുത്ത ആമേൻ സ്തോത്രം ആ എല്ലിന്റെ മേൽ ആമേൻ സ്തോത്രം ദൈവത്തിന്റെ ആമേൻ പ്രവൃത്തി ഇതാ വെളിപ്പെടുകയാ. ഹല്ലേലൂയ. അനേകം ആമേൻ സ്തോത്രം അനേകം 1000 അല്ലെങ്കിൽ 1000 പേരെ കൊല്ലുക. എങ്ങനെ ആമേൻ ശിംശോനെ നിനക്ക് കഴിഞ്ഞത്? ഇന്നലെ വരെ നിന്നെ ബന്ധിച്ചത്, ഇന്നലെ വരെ മുന്നോട്ട് വിടാത്തത്, ഇന്നലെ വരെ നിന്നെ ഒതുക്കിയ മേഖലകളെ അവനെ തകർത്തുകൊണ്ട് ഇതാ മുന്നോട്ട് പോകുക. ഇതാ കയ്യിലൊന്നും അവന്റെ കയ്യിൽ കിട്ടി. ഹല്ലേലൂയ. കിട്ടിയതിനെ അവൻ വിട്ടുകളഞ്ഞില്ല. ശമന ഘടകസ്യ ആമേൻ ഹല്ലേലൂയ. അന്യഭാഷയിൽ ഞാൻ ആമേൻ ദൈവാത്മാവ് തരുന്ന ആലോചനകൾ പറയാ. നമ്മുടെ കയ്യിൽ ചിലതുണ്ട് കേട്ടോ. ഹല്ലേലൂയ. അതിനെ നാം നിസ്സാരമായി കളയരുതെന്നാ പറഞ്ഞത്. അയ്യോ അവർക്ക് ആമേൻ അതുണ്ട്, ആമേൻ അവർക്ക് പ്രാർത്ഥിക്കാൻ കഴിവുള്ളൂ, അവർ പ്രാർത്ഥിച്ചാൽ അത്ഭുതം നടക്കുന്നത് ഇല്ല. നീ പ്രാർത്ഥിച്ചാല്, നീ മുഴങ്കാലുമേൽ ഇരുന്നാല്, നീ ദൈവസന്നിധിയിൽ കരഞ്ഞാല് ചിലതും നടക്കുവാൻ പോകുക. ആമേൻ ആ എല്ല് ഹല്ലേലൂയ ആ ശിംശോൻ എടുത്തപ്പോൾ തന്നെ അതിന്റെ മേൽ ദൈവപ്രവൃത്തി വെളിപ്പെട്ട് നീ പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുമ്പോൾ തന്നെ ചില ദൈവപ്രവൃത്തികൾ നിന്റെ വീട്ടിനകത്ത് വെളിപ്പെടുവാൻ പോകുക. വിശ്വാസമുണ്ടോ? ആമേൻ. വിശ്വാസമുള്ളവർ ആമേൻ പറഞ്ഞ് ദൂത് ഏറ്റെടുക്കണം. ഹല്ലേലൂയ. ആമേൻ. ഇണങ്ങിയ ആയുധമാക്കി ആമേൻ സ്തോത്രം ആ എല്ലിൻ കഷ്ണത്തെ ദൈവം അവന്റെ കരങ്ങളിൽ കൊടുത്ത് അതെടുത്ത് അവൻ ഫൈറ്റ് ആമേൻ സ്തോത്രം ഇതാ അവന്റെ മേൽ അവൻ ഫൈറ്റ് അവന്റെ കായിക ആരോഗ്യമല്ല അവിടെ അതിന്റെ ആമേൻ മുമ്പോട്ടുള്ള ആമേൻ 15-ാം അധ്യായം നിങ്ങൾ വീട്ടിലിരുന്ന് വായിക്കുമ്പോൾ അവിടെ അറിയാം ദൈവത്തിന്റെ ആത്മാവ് അവന്റെ മേൽ വന്നു. ഹല്ലേലൂയ. നമ്മുടെ മേൽ ദൈവത്തിന്റെ ആത്മാവ് വന്നാൽ നമ്മളെ അസാധാരണമായ ഒരു ലെവലിലേക്ക് ദൈവം കൊണ്ടുപോകും കേട്ടോ. അവൻ നമ്മുടെ മേൽ ദൈവത്തിന്റെ ആത്മാവ് ചലിച്ചാൽ അവൻ നമ്മെ കൊണ്ട് ദൈവം ചിലത് ചെയ്യിപ്പിക്കും. അവൻ വിശ്വാസമുണ്ടോ? അവൻ കഴിഞ്ഞ നാളുകളിൽ അങ്ങനെയല്ലേ നമ്മുടെ ജീവിതം? നമുക്ക് പറയുവാൻ ഒരു കഴിവുകളുമില്ല. പക്ഷേ നമ്മളിൽ കൂടെ ഹല്ലേലൂയ എന്നിൽ കൂടെ ഹല്ലേലൂയ നിങ്ങളിൽ കൂടെ വീര്യം പ്രവർത്തിച്ചത് അവൻ നമ്മുടെ വിദ്യാഭ്യാസമല്ല, അവൻ നമ്മുടെ കഴിവല്ല, കുടുംബത്തിന്റെ മഹിമയല്ല, കുടുംബത്തിന്റെ പ്രശസ്തിയല്ല, ഓ ഹല്ലേലൂയ ഒന്നുമല്ല, ബൈബിൾ സ്കൂൾ പഠിച്ചത് കൊണ്ടല്ല. ഹല്ലേലൂയ. ദൈവിക അഭിഷേകം ഓ നമ്മുടെ മേൽ ഉള്ളത് കൊണ്ട്, ദൈവത്തിന്റെ അഭിഷേകം എന്റെ മേൽ ഉള്ളത് കൊണ്ട്, ദൈവത്തിന്റെ കൃപ എന്റെ മേൽ ഉള്ളത് കൊണ്ടാണ്. എത്ര പേർ ഏൽപ്പിച്ചു കൊടുക്കുന്നു? കഴിവിൽ ആശ്രയിക്കരുത്, അവൻ ബുദ്ധിയിൽ ആശ്രയിക്കരുത്, നിന്റെ ശക്തിയിൽ ആശ്രയിക്കരുത്, നിന്റെ ആരോഗ്യത്തിൽ ആശ്രയിക്കരുത്, നിന്റെ മക്കളിൽ
ആശ്രയിച്ചതെല്ലാം ആശ്രയങ്ങളെല്ലാം അസ്തമിച്ചു പോകുന്ന കാലഘട്ടത്തിലാ ദൈവസഭയും ദൈവജനവും നിൽക്കുന്നത്. പലരിൽ നമ്മൾ ആശ്രയിച്ചവരൊക്കെ എവിടെ പോയി? ആശ്വാസം തരുമെന്ന് ചിന്തിച്ചവർ, സ്തോത്രം സഹായിക്കുമെന്ന് കരുതിയവർ എവിടെ പോയി? പലരും താവളങ്ങളിൽ ഒളിച്ചപ്പോൾ ഇതാ ദൈവത്തിന്റെ അഭിഷേകമുള്ള ശിവശോ ഇത് അവന്റെ കയ്യിൽ കിട്ടിയ ഒരു എല്ലും കഷ്ടം കൊണ്ട്, ഒരു എല്ലുകൊണ്ട് ഹല്ലേലൂയ അവന്റെ മുമ്പിൽ നിന്നിരുന്ന ശത്രുക്കളെ സംഹരിക്കത്തക്കവണ്ണം, അവന്റെ മുമ്പിൽ നിന്നിരുന്ന പ്രശ്നത്തെ ഒതുക്കുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ ആത്മാവ് അവനെ കരങ്ങളെടുക്കുവാൻ തുടങ്ങി. സ്തോത്രം ഏൽപ്പിച്ചു കൊടുക്കുവാൻ തയ്യാറാണോ? ഈ അഭിഷേകം ഇന്നും കുറഞ്ഞുപോയിട്ടില്ല. ഈ അഭിഷേകത്തിന്റെ സാന്നിധ്യം അളക്കുവാൻ കഴിയത്തില്ല. അത് മുട്ടോളമല്ല, അരയോളമല്ല, നീന്തിയിട്ടല്ലാതെ കടപ്പാൻ കഴിയാത്തൊരു വലിയൊരു ആത്മനദിയാ. ഇതിനകത്ത് എത്ര പേർ ഇറങ്ങുവാൻ കൊതിക്കുന്നു, എത്ര പേർ അത് കാണുവാൻ കൊതിക്കുന്നു, എത്ര പേർ അത് അനുഭവിക്കുവാൻ കൊതിക്കുന്നു. ഈ കൊറോണ കാലത്ത് ഈ മഹാമാരിയുടെ മധ്യത്തിൽ ഈ അഭിഷേകമാണ് നിലനിർത്തിയത്. എത്ര പേർ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു, എത്ര പേർ ഈ രോഗത്തിന് അടിമയായി, എത്ര പേർ ലക്ഷക്കണക്കിന് ഈ വൈറസ് മൂലം മരിച്ചു പോയപ്പോൾ ഈ ഡിസംബർ മാസത്തിന്റെ ആരംഭം കാണുവാൻ ദൈവ പൈതലെ ആയുസ് തന്ന ദൈവം, ആരോഗ്യം തന്ന ദൈവം, ബലം തന്ന ദൈവം, കഴിവല്ല നിന്റെ ബലമല്ല, ശക്തിയല്ല, ഉയരത്തിലുള്ള ദൈവത്തിന്റെ കൃപയ, ഉയരത്തിലുള്ള ആത്മാവിന്റെ സാന്നിധ്യമാ. ഈ രാത്രികാലം എത്ര പേർക്ക് മനസ്സിലാകുന്നു? ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? എന്റെ കഴിവല്ലി ഞാൻ ആശ്രയിച്ചു പരാജയപ്പെട്ടു പോയി, എന്റെ ബുദ്ധിയിൽ ഞാൻ ആശ്രയിച്ചു പരാജയപ്പെട്ടു പോയി. ബുദ്ധി നിന്നെ കൊണ്ടെത്തിക്കത്തില്ല, നിന്റെ പണം നിന്നെ എത്തിക്കത്തില്ല. പക്ഷെ ദൈവത്തിന്റെ അഭിഷേകം നിന്നുണ്ടോ? രാജ്യങ്ങളെ കീഴ്പ്പെടുത്തുവാൻ, അനേകരോട് സുവിശേഷം പറയുക ലജ്ജയില്ലാതെ. ഹല്ലേലൂയ. പത്രോസിന്റെ മേൽ ദൈവ സാന്നിധ്യം വെളിപ്പെട്ടപ്പോൾ കാത്തിരുന്നവരുടെ കൂട്ടത്തിൽ പത്രോസും ഉണ്ടായിരുന്നു. അവന്റെ മേൽ ദൈവത്തിന്റെ അഭിഷേകം വെളിപ്പെട്ടപ്പോൾ 11 പേരോടുകൂടെ ചാടി എഴുന്നേറ്റ് മിണ്ടാതിരുന്നില്ല. ഇന്നലെ വരെ പ്രസംഗിച്ച പ്രസംഗമല്ല, ഇന്നലെ വരെ പ്രസംഗിച്ചിട്ടുണ്ടോ എന്ന് പറഞ്ഞൂടാ. അഭിഷേകം അവന്റെ അകത്ത് കത്തിയപ്പോൾ 120 പേർ കൂടിയിരുന്ന സ്ഥലത്ത് പെട്ടെന്ന് കൊടിയ കാറ്റ് അടിക്കുന്നത് പോലെ വലിയൊരു ഭൂകമ്പം അവിടെ ഉണ്ടായി. അവിടെ അഗ്നിജ്വാല പിളർന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. ഓരോരുത്തർക്ക് നൽകപ്പെട്ട ഭാഷകൾ അവർ ദൈവത്തെ സ്തുതിച്ചു, ആരാധിച്ചു. കൂടിയിരുന്നിടത്ത് ഒരു മനസ്സുണ്ടായിരുന്നു. ആ ദൈവ പ്രവൃത്തിയെ അവരുടെ ജീവിതത്തിനകത്ത്, പത്രോസിന്റെ ജീവിതത്തിനകത്ത് വെളിപ്പെട്ടപ്പോൾ ഇതാ പത്രോസ് ചാടി എഴുന്നേൽക്കുക. ഇത് അവന്റെ അതരങ്ങൾക്കകത്ത് വചനത്തിന്റെ ശക്തി വെളിപ്പെടാൻ തുടങ്ങി. വചനത്തിന്റെ ശക്തി വെളിപ്പെട്ടപ്പോൾ ചിലരുടെ ഹൃദയത്തെ അത് കീറുവാൻ തുടങ്ങി, ചിലരുടെ ഹൃദയത്തെ തൊടുവാൻ തുടങ്ങി, ചില ഹൃദയങ്ങൾക്കകത്ത് കുത്തുകൊള്ളുവാൻ തുടങ്ങി. ഹല്ലേലൂയ. ഒരു വലിയൊരു ആത്മസാന്നിധ്യം ഈ രാത്രികാലം അനുഭവിക്കുക. നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ ആഗ്രഹിച്ചിട്ടും കിട്ടുന്നില്ല, പ്രാർത്ഥിച്ചിട്ടും കിട്ടുന്നില്ല, അന്യഭാഷ ആരാധിക്കാൻ താല്പര്യമുണ്ട്, കിട്ടുന്നില്ല. ഈ രാത്രിയിൽ ഔദാര്യമായി കൊടുക്കുന്ന ദൈവത്തോട് പറ. പത്രോസ് ഇതാ പ്രസംഗിക്കുവാൻ വേണ്ടി അവൻ എഴുന്നേറ്റു. അവൻ എഴുന്നേൽക്കുമ്പോൾ തന്നെ അഭിഷേകത്തിന്റെ സാന്നിധ്യം അവന്റെ പ്രസംഗത്തിനകത്ത് വെളിപ്പെട്ടു. അവൻ വായി തുറന്നു പറഞ്ഞു. അവൻ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ അവിടെ മുമ്പിൽ വരച്ചു കാട്ടി. അവൻ ക്രൂശിക്കപ്പെട്ടവന്റെ കാര്യം, ആ നസ്രയന്റെ കാര്യം, കല്ലറകൾക്ക് ഒടുക്കുവാൻ കഴിയാത്ത ഒരു ശക്തിയുണ്ട് അവനെ കുറിച്ച് പറഞ്ഞപ്പോൾ 3000 പേർ സ്ഥാനപ്പെടുവാൻ വേണ്ടി ഹൃദയങ്ങളെ ഒരുക്കി കൊടുത്ത്. ഇതാ ദൈവ പ്രവൃത്തി എന്ന് പറയുന്നത്. ഇത് അവന്റെ കഴിവും പ്രസംഗത്തിന്റെ ശക്തിയോ പ്രസംഗത്തിന്റെ പാണ്ഡിത്യമൊന്നുമല്ല. അതിന്റെ പിന്നിൽ അവൻ കാത്തിരുന്ന് പ്രാപിച്ച ആത്മാവിനെ ഉപയോഗിക്കുവാൻ തുടങ്ങി. ആത്മാവ് ഉപയോഗിച്ചവർ 3-ാം അധ്യായത്തിനകത്തേക്ക് കയറി പോകുമ്പോൾ ആലയത്തിന്റെ മുറ്റത്ത് ജന്മനാൽ മുടന്തുള്ള ഒരു മനുഷ്യൻ അവൻ വിളിക്കുക, വല്ലതും തരണമേ. സ്തോത്രം. ഇന്നലെ വരെ ഇവനെ നോക്കി സ്തോത്രം ഇവൻ വിളിച്ചപ്പോൾ സ്തോത്രം ഹല്ലേലൂയ ആ വിളി ഇങ്ങനെയാ, എന്തെങ്കിലും തരണമേ, എന്തെങ്കിലും. അപ്പോൾ അവിടെ പരിചയപ്പെടുത്തിയ ഞങ്ങൾക്കുള്ളത് നിനക്ക് പൊന്നും വെള്ളിയും ഇല്ല, ഉള്ളത് തയ്യാ, നസ്രയന്റെ യേശുവിന്റെ നാമത്തിൽ നീ എഴുന്നേൽക്കുക. ഹല്ലേലൂയ. ഇതുവരെ എഴുന്നേൽക്കുവാൻ കഴിയാത്തതിനെ അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായിരുന്ന 42 വയസ്സ് പ്രായമുള്ള മനുഷ്യനെ ഇത് അഭിഷേകത്തിന്റെ ശക്തി പത്രോസിന് മേൽ വന്നപ്പോൾ അവൻ ഒറ്റ വാക്ക് പറഞ്ഞ് എഴുന്നേൽക്കുക. ഹല്ലേലൂയ. ആ പള്ളിയുടെ പുറത്തിരുന്ന് ഭിക്ഷ യാചിച്ച് മറ്റുള്ളവർക്ക് ലാഭം കൊയ്തു കൊടുത്ത ഭിക്ഷക്കാരനായിരിക്കുന്ന ആ മനുഷ്യനെ പള്ളിക്കകത്ത് കൊണ്ടുവരത്തക്കവണ്ണം ഹല്ലേലൂയ അഭിഷേകം അവിടെ ചലിക്കുവാൻ തുടങ്ങി. അഭിഷേകത്തിന്റെ ശക്തി അവന്റെ പ്രസംഗത്തിൽ മാത്രമല്ല, അഭിഷേകത്തിന്റെ ശക്തി അവന്റെ ജീവിതത്തിനകത്ത് വെളിപ്പെട്ടപ്പോൾ അവൻ അസാധാരണമായ ഒരു മനുഷ്യനായി. അവന്റെ സ്തോത്ര പ്രസംഗം
ഹാലലുയ. 3-ാം അധ്യായം ഞാൻ പറഞ്ഞല്ലോ, ഇത് അത്ഭുതങ്ങൾ അവിടെ നടക്കിയ. പത്രോസിന്റെ നിഴൽ തട്ടിയാൽ മതി രോഗികൾ സൗഖ്യമാകുവാൻ. ഹാലലുയ. എവിടെ നിന്നാ പത്രോസ് ഇത് കിട്ടിയത്? ഹാലലുയ. പഠിത്തം കൊണ്ട് കിട്ടിയതാണോ? ഏത് ബൈബിൾ സ്കൂളിലെ പത്രോസ് പഠിച്ചത്? ഹാലലുയ. ഏത് അധ്യാപകനാ പത്രോസിനെ പഠിപ്പിച്ചത്? അമ്മ ഒന്നും പറയാനില്ല. കടലിന്റെ കടലിന്റെ ആഴങ്ങള്, മത്സ്യം എവിടെ ഉണ്ടെന്ന്, കടലിന്റെ എന്തെങ്കിലും സമുദ്രത്തെ കുറിച്ച് എന്തെങ്കിലും ചോദിച്ചാൽ പറയാൻ ഒത്തിരി അറിയാമായിരിക്കും. പക്ഷെ ജനിച്ചതും ഈ കടലിനെ മുക്കുവനാ. വിദ്യാഭ്യാസ യോഗ്യതയില്ല. പക്ഷേ അവൻ നടന്നു പോകുമ്പോൾ ഇരുവശങ്ങളില് രോഗികളെ കൊണ്ട് കിടത്തും. എന്തെന്നറിയാവോ? ഇവന്റെ നിഴൽ തട്ടുമ്പോ രോഗികൾ സൗഖ്യമാകിയ. ഹാലലൂയ. നിഴൽ തട്ടുമ്പോ ഒന്ന് ശ്രദ്ധിക്കണമേ. നിഴലിന്റെ സ്തോത്രം തണൽ, അല്ലെങ്കിൽ ആ നിഴലെന്ന് തട്ടുവാൻ വേണ്ടി രോഗികളെ ഇങ്ങനെ കൊണ്ട് കിടത്തുകയാ. ഹാലലൂയ. വ്യക്തികളെ ഇവിടെ കൊണ്ട് നിരത്തുകയാ. സ്തോത്രം. ഇത് എവിടെ പത്രോസിനെ പ്രാപിച്ചത്? റിബനഘടകൾ, ശമനഘടകൾ, സ്യാരപനമൂടെ അഗ്നിജോല പിളർന്ന നാവുകൾ പ്രത്യക്ഷമായപ്പോൾ അവന്റെ നാവിനകത്ത് ആഞ്ഞടിക്കുവാനിടയായി തീർന്നു. ഹാലലൂയ. സ്തോത്രം. അതവൻ ഏറ്റെടുത്തു. അവൻ ഏൽപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ ഇന്ന് രാത്രിയിലും ആ അഭിഷേകത്തിന്റെ ശക്തി വിദൂരങ്ങളിൽ ഇരിക്കുന്ന വ്യക്തിയായിരിക്കാം, രാജ്യങ്ങൾക്ക് അപ്പുറത്തിരിക്കുന്ന വ്യക്തിയായിരിക്കാം, എങ്കിലും ദൈവത്തിന്റെ ആത്മ പറയുന്നു, നീ ഏൽപ്പിച്ചു കൊടുത്താൽ ഈ ശക്തി നിന്റെ ആദരങ്ങളെ തൊട്. നീ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ തന്നെ ചില ഭൂതങ്ങൾ അലറിയോടുന്നത്, നീ പറയുമ്പോൾ തന്നെ ചില രോഗികൾ സൗഖ്യമാകുന്നത്, നീ കൽപ്പിക്കുമ്പോൾ തന്നെ ചില ബന്ധനങ്ങൾ അഴിയുന്നത്, അന്യരെ കണ്ണുകൊണ്ടല്ല സ്വന്തം കണ്ണുകൊണ്ട് നീ കാണുവാൻ പോവുകയാണ്. അഭിഷേകത്തിന്റെ ശക്തിയെ കുറിച്ച് ഞാൻ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒന്നാമത് ചിന്തിച്ചു, ദാവീദ് അഭിഷേകത്തിന്റെ ശക്തിയാ ഗോലിയാത്തിന്റെ തലയെ ഉടച്ചു. രണ്ടാമത് ചിന്തിച്ചു, ശിംശോൻ അഭിഷേകത്തിന്റെ ശക്തിയാ 1000 പേരെ ഫെലിസ്ത്യരെ സംഹരിക്കുവാനിടയായി തീർന്നു. മൂന്നാമത് നമ്മൾ ചിന്തിച്ചു, പത്രോസ് അഭിഷേകത്തിന്റെ ശക്തിയാ ഇത് അത്ഭുതങ്ങളും അടയാളങ്ങളും അവൻ ചെയ്യുവാൻ തുടങ്ങി. ഹാലലൂയ. അടുത്തത് നമുക്ക് പുതിയ പഴയ ഇതാ മോശയുടെ നമുക്കറിയാം. മോശ ഹാലലൂയ അവൻ ജനിച്ചപ്പോൾ മുതൽ പ്രശ്നക്കാരനാ. അവന്റെ ജീവിതത്തിൽ അവൻ പ്രശ്നമല്ല. പിശാചിനറിയാം അവന്റെ മേൽ ഒരു വാഗ്ദത്തമുണ്ട്. വാഗ്ദത്തമുള്ള സന്തതിയായിരിക്കുന്ന മോശയെ തകർത്ത് കളയുവാൻ ജനനം മുതലേ പിശാച് ആഗ്രഹിച്ചു. ഞാൻ വേഗം പറഞ്ഞു പോകുകയാ. പക്ഷേ ഇപ്പോൾ മോശ നിൽക്കുന്നത് എവിടെ അറിയാവോ? ചെങ്കടലിന്റെ മധ്യേ. ഹാലലൂയ. ഇസ്രായേൽ ജനത്തെ വിടുവിച്ചു കൊണ്ടുവന്ന് ഒന്നിന് പുറകെ 10 വാദങ്ങളെ അയച്ചു. 9 വാദങ്ങൾ അയച്ചിട്ട് ഈ മനുഷ്യനായ ഫറവോന്റെ ഹൃദയത്തിൽ ഒരു ചലനവും വന്നില്ല. 10ാമത്തെ വാദിയായിരിക്കുന്ന സംഹാരദൂതനെ അയച്ചു. ഇതാ മിസ്രൈം കുടുംബങ്ങൾക്ക് ആദ്യ ജാതൻ മുതൽ മരിക്കുവാൻ തുടങ്ങി, നിലവിളിയുടെ ശബ്ദം കേൾക്കുവാൻ തുടങ്ങി. എന്നാൽ ദൈവം ഒരു കൽപ്പന കൊടുത്ത് ഇസ്രായേൽ മക്കളോട് കട്ടളക്കാലിന്മേലും കുറുമടി മേലും രക്തം അടയാളമിട്ട ഭവനത്തിനകത്ത് നിലവിളി വരത്തില്ല. പെസകാചരിക്കണമെന്ന് നിങ്ങൾക്ക് ആ ഭാഗങ്ങളൊക്കെ അറിയാമെന്ന് ചിന്തിക്കുന്നു. പക്ഷെ ജനത്തെ വീണ്ടെടുത്ത് പുറകോട്ടല്ല, അവർ മുന്നോട്ട് വന്നപ്പോൾ അവരെ പിന്തുടർന്ന് പിടിക്കുന്ന ഒരു ഫറവോനുണ്ടായിരുന്നു. ഫറവോൻ മാത്രമല്ല, ഇരുമ്പ് ജനങ്ങള് ചക്രങ്ങളോട് കൂടി അവരെ പിടിക്കുവാൻ വേണ്ടി അവരുടെ പുറകെ കടന്നു വരിക. ആരാധനയ്ക്ക് വിടാതെ വണ്ണം തടയുന്ന ശക്തി ഉണ്ടെന്ന്, അഭിഷേകം പ്രാപിക്കുവാൻ തടസ്സമായിരിക്കുന്ന പ്രതികൂലമുണ്ടെന്ന്, അഭിഷേകം മുഖത്തെ തകർക്കുന്ന അന്യായ ബന്ധനങ്ങളെ അത് അഴിക്കുക. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം കാരാഗ്രഹത്തിനകത്ത് ഇറങ്ങി വന്നപ്പോ അവിടെ നോക്കണമേ, പൗലോസും ശീലാസ് കൈകൾ ബന്ധിക്കപ്പെട്ടവനായി കിടക്കുന്നത്. പക്ഷേ അഭിഷേകം അവിടെ വന്നപ്പോൾ എന്ത് ചെയ്തു? സ്തോത്രം. ദൈവപ്രവർത്തിയാനകത്ത് ആരംഭിക്കുവാനാണ്. കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനങ്ങൾ കുരുങ്ങി അർദ്ധരാത്രിയിൽ പാടി അവർ പ്രാർത്ഥിച്ചപ്പോൾ ദൈവ സാന്നിധ്യം അവർ ഇരുന്ന സ്ഥലത്ത് ഇറങ്ങി വന്നെങ്കിൽ, നീ പാടുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് വെറുതെ ഇല്ല. നീ പാടുമ്പോൾ അതിനകത്ത് ആത്മ സാന്നിധ്യമുണ്ട്, നീ പ്രാർത്ഥിക്കുമ്പോൾ അതിനകത്ത് ആത്മ സാന്നിധ്യമുണ്ട്. ഈ അഭിഷേകം ചലിക്കുന്ന അഭിഷേകമാ. മോശ നിൽക്കുന്നതാ. എങ്ങോട്ട് പോകണം, എങ്ങനെ പോകണം? എന്റെ വാക്ക് കേട്ട് ഇറങ്ങി തിരിച്ച ജനം എന്റെ പുറകെ കിടപ്പുണ്ട്. അവരെ പിന്തുടർന്ന് പിടിക്കുവാ. ഇതാ വലിയൊരു സൈന്യം പുറകെ വരികയാ. അതിന്റെ നടുവില് മുന്നോട്ട് പോയാൽ മരണം. ആർത്തിരമ്പുന്ന ചെങ്കടൽ, ആർത്തിരമ്പുന്ന ആ കടലിന്റെ തീരത്ത് നിൽക്കുക, ആ സമുദ്രത്തിന് മധ്യ നിൽക്കുക. കണ്ണത്ത ദൂരത്ത് അതാ സ്വത്രം. എങ്ങനെ മുന്നോട്ട് പോകുവാൻ വഴികളില്ല, പഴുതുകളില്ല. വിചാരിച്ച സംഭവങ്ങളല്ല മോശ ഇവിടെ
ഇവിടെ വന്നപ്പോൾ കാണുന്നത്. പക്ഷെ ആമേ അങ്ങോട്ട് പോകാന്ന് വെച്ചാൽ അവിടെയും പ്രശ്നം, ഇങ്ങോട്ട് പോകാന്ന് വെച്ചാൽ ഇവിടെയും പ്രശ്നം. പ്രശ്നങ്ങളുടെ നടുവിൽ മോശം നെടുമ്പാടങ്ങൾ വീണു. ദൈവത്തോട് ആലോചന കേട്ടു, ദൈവമേ എന്ത് ചെയ്യണം? ആമേ കർത്താവ് പറഞ്ഞു, മോശേ നീ ധൈര്യമായിരിക്ക, ആമേ നീ ഭയപ്പെടണ്ട. ഹല്ലേലൂയ, നിന്റെ മേൽ ഹല്ലേലൂയ. അപ്പോൾ യഹോവ മോശയോട് അരുളി ചെയ്തത്, നീ എന്നോട് നിലവിളിക്കുന്നത് മുമ്പോട്ട് പോകുവാൻ ഇസ്രായേൽ മക്കളോട് പറക. ഹല്ലേലൂയ. എന്തിനാ മോശേ നീ നിലവിളിക്കുന്നത്? ആമേ നിലവിളി കേൾക്കുന്ന ദൈവമാ. ആമേ സ്തോത്രം. എന്തിനാ മോശേ നീ വിളിക്കുന്നത്, നിലവിളിക്കുന്നത്? മുമ്പോട്ട് പോ, മുമ്പോട്ട്. ഇന്നായിരിക്കുന്ന പ്രശ്നങ്ങളെ ഓർത്ത് നീ പുറകോട്ട് പോകുവാനല്ല. ചെങ്കടൽ മുന്നിൽ വരട്ടെ, യോർദാൻ മുന്നിൽ വരട്ടെ, പ്രശ്നങ്ങൾ മുന്നിൽ വരട്ടെ, അപ്പുറം ഇപ്പുറം ഓടി കയറുവാൻ കയറാത്ത പർവ്വതങ്ങൾ നിനക്ക് മുമ്പിൽ വരട്ടെ, ഇരുവശത്ത് വരട്ടെ. പുറകെന്ന് ആമേ വിട്ടുപോയ പാരമ്പര്യ ശക്തികൾ പിടിക്കുവാൻ വേണ്ടി അവൻ അടക്കിയിരിക്കത്തില്ല, വന്നോട്ടെ. പക്ഷേ ആമേ മോശ ദൈവ ശബ്ദം കേൾക്കുക. മോശേ ആമേ സ്തോത്രം, മുമ്പോട്ട് പോകാം. ആമേ നീ എന്നോട് എന്തിനാ നിലവിളിക്കുന്നത്? മുന്നോട്ട് പോ. നിലവിളിക്കുന്ന ചില ദൈവമക്കളെ ദൈവാത്മാ കാണുന്നു. ദിവസങ്ങൾ കൊണ്ട്, ചില മാസങ്ങൾ കൊണ്ട്, വർഷങ്ങൾ കൊണ്ട്, ചില വിഷയങ്ങളുടെ നടുവിൽ നിലവിളിയോടെ ഇരിക്കുന്ന സഹോദരി, ആമേ നിലവിളിയോടെ ഇരിക്കുന്ന പൊന്ന് ബ്രദറെ, നിന്നെ നോക്കി ദൈവാത്മാ പറയുക, എന്തിനാ നീ പകച്ചു നിൽക്കുന്നത്? എന്തിനാ വേദനപ്പെട്ടിരിക്കുന്നത്? മോശയോട് ദൈവശബ്ദം മോശയുടെ കാതുകൾ കേൾക്കുക. മുന്നോട്ട് പോ, മുന്നോട്ട്, പുറകോട്ടല്ല. ആമേ നീ മുന്നോട്ട് പോകണം. മുന്നോട്ട് പോ. മുന്നോട്ട് പോകുമ്പോൾ ആമേ ഇസ്രായേൽ ജനം മക്കളോട് നീ പറ, നീ ആമേ പോക മാത്രമല്ല ഇസ്രായേൽ മക്കളോട് പറ. അവർ അതനുസരിച്ച് മുന്നോട്ട് പോയി. ഹല്ലേലൂയ. പോകുമ്പോൾ വടിയെടുത്തു നിന്റെ കൈ കടലിൽ മേൽ നീട്ടി അതിനെ വിഭജിക്ക. ഹല്ലേലൂയ. വടി കയ്യിലെടുക്കണം. സ്തോത്രം. ആമേ ഈ ആമേ അഭിഷേകം വന്നവരെല്ലാം ആമേ സ്തോത്രം ദൈവം പറഞ്ഞ ആമേ അതേ ആമേ ദൂത് അനുസരിച്ച് ആമേ കയ്യിൽ ആദ്യം ആമേ ആരാ എടുത്ത്? കല്ല് അറുത്തു. ദാവീദ് എടുത്തു. അടുത്ത് ആമേ കയ്യിൽ എല്ല്, ആമേ സ്തോത്രം താടി, ആമേ പച്ച കഴുതയുടെ താടിയെല്ല് ആരെടുത്തു? എല്ലും കഷ്ണം ആരെടുത്തു? ശിംശോൻ എടുത്തു. ഇവിടെ പറയാ കയ്യിൽ വടിയെട്. ഹല്ലേലൂയ. റമന ശകന ഹത്തുര മനവന മൗടെ, ആമേ കയ്യിൽ വടിയെട്. ഹല്ലേലൂയ. എവിടെ ഇട്ട വടി? ഹല്ലേലൂയ. നിന്റെ കയ്യിൽ ഒരു പക്ഷെ ഉണ്ടായേക്കാം, അതിന്റെ അകത്തു നിനക്ക് അറിയത്തില്ല, അതിന്റെ ശുശ്രൂഷ നിനക്ക് അറിയത്തില്ല. ഓ നിന്റെ കയ്യിൽ ഇരിക്കുന്നത് ആമേ ആർത്തിരുമുന്ന ചെമ്മകനല്ലേ, ആർത്തിരുമുന്ന ആമേ കീറി മുറിച്ചുകൊണ്ട് പുതിയ വഴിയെ തുറക്കുവാൻ തക്കവണ്ണം ആമേ ഒരു ദൈവശക്തി ആമേ നിന്റെ കയ്യിലിരിക്കുന്ന വടിക്കുണ്ട്. ആമേ ശമന ഘടകസ്യ. ഹല്ലേലൂയ. ആമേ ദൈവശബ്ദം കേൾക്കുക. മോശേ ഹല്ലേലൂയ, നിന്റെ കയ്യിലിരിക്കുന്നത് എന്താ? ആമേ ആ വടിയോടൊന്ന് ചോദിച്ചാൽ, ഹല്ലേലൂയ, വടി എന്ന് പറയുമ്പോൾ എന്താ? ആമേ ഹല്ലേലൂയ. ഞാൻ ചിന്തിച്ചു, കർത്താവേ ആമേ സ്തോത്രം, വടിയെന്ന് അവിടെ പറഞ്ഞിരിക്കുന്നത് ഏത് രീതിയിലുള്ള വടിയെന്ന് നമുക്ക് അറിയത്തില്ലല്ലോ. ആമേൻ വടി എടുക്കുവാൻ പറഞ്ഞു, എടുത്തു. സ്തോത്രം. ആ വടി ആമേ ഫറവോന്റെ കൊട്ടാരം മുതൽ അത്ഭുതങ്ങൾ ചെയ്യുന്ന വടിയാ. സ്തോത്രം. ഇവിടെ ഈ പ്രതികൂലത്തിന് നടുവിൽ വടി ഇട്ടിട്ട് അവൻ ഓടിയില്ല, വടി അവന്റെ കയ്യിലുണ്ട്. എടുക്കേണ്ടതുപോലെ എട്, നീട്ടേണ്ടതുപോലെ നീട്ട്, കൽപ്പിക്കേണ്ടതുപോലെ കൽപ്പിര്. ഓ ആജ്ഞാപിക്ക്. ദൈവം നിന്റെ കൂടെ ഉണ്ടെന്നാ പറഞ്ഞു വരുന്നത്. പ്രശ്നം കണ്ട് പുറകോട്ട് പോകരുതേ, മുന്നോട്ട്, മുന്നോട്ട്, മുന്നോട്ട്. ആമേ മരണം മുമ്പിൽ കണ്ട ഇസ്രായേൽ ജനത്തോട് ദൈവശബ്ദം മോശയിലൂടെ കേൾക്കുക. ജനമേ, ആമേ ഇസ്രായേൽ ജനമേ, എന്റെ ജനമേ, നിങ്ങൾ പുറകോട്ട് ഓടുവാനല്ല, ഹല്ലേലൂയ, മുന്നോട്ട് വാ, മുന്നോട്ട് വാ. ഹല്ലേലൂയ. ദൈവശബ്ദം കേൾക്കുക. അവൻ വടിയെടുത്തു നിന്റെ കൈ അവൻ എവിടെ നീട്ടുവാനാ പറഞ്ഞത്? വടി ആമേ കയ്യിലുണ്ട് വടി. ആമേ നീട്ട് വിശ്വാസത്തോടെ. ആമേ നിങ്ങളൊന്ന് ആമേ കടൽ സമുദ്രം നിങ്ങളുടെ മനസ്സിനകത്ത് വരട്ടെ. ഹല്ലേലൂയ. ഇങ്ങറ്റത്ത് നിന്ന് ഒരു വടി എടുത്തു നീട്ടിയാൽ ആമേ ജനമെല്ലാം പറയും ഇവൻ ഭ്രാന്ത് കാണിക്കുന്നു. അവിടെ കിടന്ന് ആമേ നമ്മുടെ തിരുവനന്തപുരം ഭാഷയിൽ പറഞ്ഞ മര്യാദയ്ക്ക് അവിടെ കിടന്ന് ചത്ത് ആമേ അവിടെ കിടന്ന് ജീവിച്ച ഇവിടെ കിടന്ന് ആമേ ചാവാൻ വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നൊക്കെ പറഞ്ഞ് പിറുപിറുക്കുമായിരുന്നു. ഹല്ലേലൂയ. പക്ഷേ ഹല്ലേലൂയ ആമേ സ്തോത്രം, ദൈവത്തിന്റെ അരുളപ്പാട് കേട്ട മനുഷ്യൻ ഹല്ലേലൂയ ആരെന്ത് പറഞ്ഞോട്ടെ, ദൈവമാണ് പറഞ്ഞത്. ദൈവം പറഞ്ഞാൽ അത് അതേപടി എന്ത് ചെയ്യണം? അനുസരിക്കണം. ഹല്ലേലൂയ. ഒരനുഭവം കൂടെ പറയട്ടെ. ദൈവാത്മാവ് ആമേ ഈ ലോക്ക്ഡൌണിന് മുന്നേ ആമേ ഫെബ്രുവരി മാസത്ത് ഒരു ചർച്ചിൽ മീറ്റിങ്ങിന് ദൈവകൃപയാൽ എനിക്ക് പോകുവാൻ ദൈവം ഭാഗ്യം നൽകി. അവിടെ ആമേ സ്തോത്രം ദൈവാത്മാവ് ഒരു ആലോചന ആമേ എന്റെ ഉള്ളത്തിനകത്തിട്ടു. അതൊരു സിസ്റ്റർ നടത്തുന്ന, ഒരു ദേവദാസി നടത്തുന്ന ചർച്ച. ഹല്ലേലൂയ. ആ ദേവദാസി ആമേ ദൈവതാത്മാവ് 3 വട്ടം ദേവദാസിയോട് വിരൽ ചൂണ്ടിയിട്ട് പറഞ്ഞു, ആമേ ദേവദാസിയെ ആമേ എന്റെ ഉള്ളത്തിനകത്ത് പറയാം, ഒരു ഓപ്പറേഷൻ, യൂട്രസ് സംബന്ധമായ ഒരു ഓപ്പറേഷൻ ദൈവാത്മാവ് കാണിക്കുന്നു, പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. 3 തവണ ഞാൻ ആ ദേവദാസിയുടെ നേരെ
വിവാഹം കഴിഞ്ഞിട്ടില്ല. സ്തോത്രം. നായർ സമുദായത്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു വന്ന ഒരു ആന്റിയ. ഹല്ലേലൂയ. ഏകദേശം 55 വയസ്സോളം വരും. ആമേൻ. സ്തോത്രം. ദൈവാത്മാവ് ഇങ്ങനെ ഒരു വെളിപ്പാട് തന്നു. സ്തോത്രം. 3 വട്ടം ഞാൻ വിരൽ ചൂണ്ടി പറയുവാൻ വേണ്ടി. അപ്പൊ എന്റെ മനസ്സിനകത്ത് പറഞ്ഞു, അയ്യോ, അവർ പ്രവാചകിയും വലിയ കൺവെൻഷൻ പ്രാസംഗിയും. ഹല്ലേലൂയ. അവരുടെ ചെറുപ്പകാലത്ത് അനേക സ്റ്റേജുകളിൽ കിടിലം കൊള്ളിച്ച പ്രാസംഗിയ. ഹല്ലേലൂയ. ആമേൻ. അപ്പൊ എന്റെ ഉള്ളത്തിനകത്ത് പറയുക, അവരോട് ഞാൻ എന്ത് ദൂത് പറയും? ഇത് എനിക്ക് തോന്നുന്നതാ, ഇത് മാനുഷ്യമായ എന്റെ ചിന്തയിൽ വന്നതാ. ഞാൻ ദൈവാത്മാവിനെ അവിശ്വസിച്ചു. ദൂത് അവിടെ പറഞ്ഞില്ല. ഹല്ലേലൂയ. അനുഭവമാ പറയുന്നത്. ദൂത് ഞാൻ പറഞ്ഞില്ല. സ്തോത്രം. ദൈവാത്മാവ് വ്യക്തമായി കാണിച്ച 6 മാസത്തിനകം യൂട്രസ് സംബന്ധമായി ഓപ്പറേഷൻ വിധേയപ്പെട്ട് യൂട്രസ് റിമൂവ് ചെയ്യുന്നെന്ന് ഈ ഒരു ആലോചന തന്നപ്പോ എന്റെ ബുദ്ധിയിൽ ആശ്രയിച്ച് ഞാൻ ആ ദൂത് അവിടെ പറഞ്ഞില്ല. ഹല്ലേലൂയ. എന്റെ മനസ്സിനകത്ത് വന്ന ചിന്ത എന്ന് അറിയണമോ? സ്തോത്രം. അവർ പ്രവാചകി, അവർ അനേകർക്ക് ദൂത് പറയുന്നവർ. ഹല്ലേലൂയ. പക്ഷെ അവരുടെ ജീവിതത്തിനകത്ത് വരുന്നത് എന്തുകൊണ്ട് ദൈവാത്മാവ് അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കത്തില്ല? അവർക്കൊന്നും ദൂത് പറയുവാൻ ഞാൻ ആളായില്ലെന്നുള്ളൊരു കൊച്ച് തോന്നൽ എന്റെ ഉള്ളത്തിനകത്തപ്പോ ഞാൻ ആ ദൂതിനെ അവിടെ ബ്ലോക്ക് ചെയ്ത് ഞാൻ പറഞ്ഞില്ല. തുറന്ന് നിങ്ങളോട് പറയാ. ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ 6 മാസമായില്ല, 5 മാസമായപ്പോ തന്നെ ഈ ദൈവദാസിക്ക് അസഹനീയമായ ഒരു വയറുവേദന. പെട്ടെന്ന് ഇതുപോലെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി 3 മുഴകൾ യൂട്രസിനകത്ത്. പ്രൈസ് ദി ലോർഡ്. എന്നോട് ഭയങ്കര സ്നേഹമാ ആന്റി. സ്തോത്രം. എന്നെ വിളിച്ചു, മോളെ എന്നെ വിളിക്കത്തുള്ളൂ. സേവ മോളെ എങ്ങനെയാ? ആശുപത്രിയിൽ പോയപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു യൂട്രസ് എന്തായാലും കളയണം. ഇത് കൊറോണ കാലം, ഭയങ്കര ഭയവും വയസ്സും പ്രായവും എത്രയായാലേ നീ പ്രാർത്ഥിക്കണം. അപ്പോൾ ഹാലേ കത്താൻ തുടങ്ങി. സ്തോത്രം. ഒരു ഇടിവാൾ വീണ പോലെ ഹൃദയത്തിനകത്ത് ചോദിക്കുക, എന്തുകൊണ്ട്? അവസാന മീറ്റിംഗ് ആ ചർച്ചിനകത്ത് അന്ന് നടന്ന അവസാന മീറ്റിംഗ്. അവസാന മീറ്റിംഗ് എന്ന് വെച്ചാൽ ഉപവാസ പ്രാർത്ഥന, അവസാന ഉപവാസ പ്രാർത്ഥന. പിന്നെ ഒരു ഉപവാസം അവിടെ നടന്നിട്ടില്ല. എന്റെ മനസ്സിനകത്ത് ദൈവാത്മാവ് ശക്തമായിട്ട് ഇത് പറയാൻ നിന്നെ ഞാൻ അവിടെ വിട്ടു. എന്തുകൊണ്ട് നീ പറഞ്ഞില്ല? ഇപ്പോഴും പറയുമ്പോൾ ദൈവാത്മാവിന്റെ വലിയൊരു സാന്നിധ്യം അനുഭവിക്കും. എന്റെ കുത്തുകൊണ്ടു. എന്തുകൊണ്ട് നീ പറഞ്ഞില്ല? എന്തുകൊണ്ട് അവിശ്വസിച്ചു? എന്തുകൊണ്ട് ഈ തെറ്റും ഈ കുറ്റവും ഇതെല്ലാം നീ അനുഭവിക്കണം? നീ കാരണമാ. ഒരു പക്ഷെ നീ അതോടെ പറഞ്ഞെങ്കിൽ ആ ദൈവദാസ് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുമായിരുന്നു, ആ ദൈവദാസ് ഉപവസിക്കുമായിരുന്നു. ഇത് പറയാനാ ഇത്രയും ദൂരെ നിന്നെ അയച്ചത്. എന്തുകൊണ്ടും നീ പറഞ്ഞില്ല. ഹല്ലേലൂയ. ഞാൻ ദൈവസന്നിധിയിൽ സോറി പറഞ്ഞു. ഹല്ലേലൂയ. ഒത്തിരി മാപ്പ് പറഞ്ഞു. ഞാൻ അതിൽ നിന്നൊരു ആ ഫീലിംഗ്സിൽ നിന്നൊന്ന് രക്ഷപ്പെടുവാൻ ചില ആഴ്ചകൾ എടുക്കേണ്ടി വന്നു. ഹല്ലേലൂയ. കരയുവാൻ തുടങ്ങി. കർത്താവേ, ഞാൻ അവിശ്വസിച്ചു. ഞാൻ അവർക്ക് ദൂത് പറയുവാൻ ആളല്ല, ഞാൻ ചെറിയ സ്തോത്രം, അവരെല്ലാം വലിയ 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 ആൾക്കാരെന്ന് ഞാൻ ചിന്തിച്ചു. എന്റെ മുമ്പിൽ ദൈവാത്മാവ് തന്ന ആലോചന ഞാൻ പറഞ്ഞില്ലപ്പാ, നീ എന്നോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് നിലമ്പാട് വീഴുവാൻ തുടങ്ങി. ഹല്ലേലൂയ. ഇന്നും അത് പറയുമ്പോൾ ആ ദൈവാത്മാവിന്റെ ഉള്ളത്തിനകത്ത് ഇത് പറയാനാണ് എന്നെ വിട്ടത്. ഹല്ലേലൂയ. അവിടെ ചെന്ന് അവിടെയൊക്കെ കണ്ട് ഹല്ലേലൂയ ഒരു സ്തോത്രം പ്രസംഗം പ്രസംഗിച്ച് വന്ന് അവർ തരുന്ന സ്തോത്ര കാഴ്ച മേടിച്ചു വരുവാനല്ല ഞാൻ നിന്നെ വിട്ടത്. ഈ ദൂത് ആ സഹോദരിയോട് ആ ദൈവദാസിയോട് പറയാനാണ് നീ വിട്ടത്. സ്തോത്രം. പിന്നെ ദൈവസ്ഥ ഇരിക്കുവാൻ തുടങ്ങി. ശമുവിനോ വണ്ണമോ പൊക്കമോ മുഖപക്ഷമോ നീ നോക്കരുത്. ഹല്ലേലൂയ. പക്ഷേ ഹല്ലേലൂയ പല സാഹചര്യങ്ങളിൽ ദൈവാത്മാവ് തരുന്ന ദൂതിനെ നമ്മൾ എന്ത് ചെയ്യും? അവിശ്വസിക്കുക. ദൈവമാണോ ബുദ്ധിയാണോ നമ്മളുടെ ചിന്ത അങ്ങനെയാണ് നമ്മളെ വലിച്ചു കൊണ്ടുപോകുക. ആ ഒരു കുറ്റബോധം ദിവസങ്ങൾ അലട്ടുവാനിടയായി തീർന്നു. ഞാൻ പറയട്ടെ, ഇത് സ്വന്തം അനുഭവമാ പറഞ്ഞത്. ആത്മാവ് തരുന്നത് വ്യാജത്തിന്റെ ആത്മാവല്ല. ആത്മാവ് തരുന്നത് വരുവാൻ പോകുന്ന സംഭവങ്ങളെ ദൈവാത്മാവ് പ്രാർത്ഥിക്കുന്നവർക്ക് വെളിപ്പെടുത്തി കൊടുക്കും. പ്രൈസ് ദി ലോർഡ്. നീ പ്രാർത്ഥിക്കുവാൻ തയ്യാറാണ്. നിന്റെ കുടുംബത്തിനകത്ത്, നിന്റെ തലമുറയുടെ മേൽ, നിന്റെ സഭയുടെ മേൽ, നിന്റെ കുടുംബം ജന്തുക്കളുടെ നടുവിൽ നടക്കുവാൻ പോകുന്ന എല്ലാം ദൈവാത്മാവ് വെളിപ്പെടുത്തുക. ദൈവാത്മാവ് എന്ന് പറയുന്നത് അത് അസാധാരണ ശക്തിയാ. ഹല്ലേലൂയ. ആ ദൈവാത്മാവിനാൽ മോശ തന്റെ കയ്യിലിരുന്ന ഒടിയ സ്തോത്രം മുമ്പിൽ നിന്ന് സമുദ്രത്തിന്റെ മധ്യ നീട്ടിയപ്പോൾ ചിലത് അവിടെ സംഭവിക്കുവാൻ തുടങ്ങി. ഇന്നലെ വരെ സംഭവിക്കാത്തത്, ഇന്നലെ വരെ ആർക്കും വഴിമാറാത്തത്. കയ്യിലുള്ള നിന്റെ അഭിഷേകത്തിന്റെ പ്രാർത്ഥനയാകുന്ന ആ വടി നീ നീട്ട്, വിശ്വാസത്തോടെ നീട്ട്. നിന്റെ കയ്യിൽ ഉണ്ടെന്നേ. ഹല്ലേലൂയ. നിന്റെ കയ്യിലുള്ളത് മറ്റവരുടെ കയ്യിൽ കൊടുക്കുവാൻ നിനക്ക് അധികാരമില്ല കേട്ടോ. നിന്റെ കയ്യിലുള്ളത് നഷ്ടപ്പെടുത്തി കളയുവാൻ നിനക്ക് മാത്രമേ കഴിയത്തുള്ളൂ. നിന്റെ ആത്മാവിനെ ഒളിച്ച് ഞാൻ എവിടേക്ക് പോകും? എന്നെ വല്ലാതെ സ്പർശിക്കുന്ന വചനങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. തിരുസന്നിധി വിട്ട് ഞാൻ എവിടേക്ക് ഓടും? ഹല്ലേലൂയ. ഒന്നും ചെയ്യുവാൻ പറ്റത്തില്ല കേട്ടോ. ആ ദൈവ സാന്നിധ്യമില്ലെങ്കിൽ ഹല്ലേലൂയ നിങ്ങളുടെ മധ്യേ ഇരിക്കുന്ന എനിക്കും ദൈവകൃപ അല്ലെങ്കിൽ എന്നെ പോലും പ്രസംഗിക്കുവാനോ ഒരു മൈക്ക് പോലും നേരെ പിടിക്കുവാൻ കഴിയാത്ത സാഹചര്യത്തിലൂടെ വന്നു. പക്ഷേ ദൈവമാണ് നിങ്ങളുടെ മധ്യേ നിർത്തിയിരിക്കുന്നത്. എല്ലാ
പ്രസൻസ്, എല്ലാ മഹത്വവും, എല്ലാ മാനവും എന്റെ തമ്പുരാന് ഞാൻ അർപ്പിക്കുകയാണ്. ഹല്ലേലൂയ. എല്ലാവരും പറഞ്ഞു ഉപയോഗമില്ലാത്തവർ. സ്തോത്രം. സംസാരിക്കും. ഇന്നും എനിക്ക് ഹല്ലേലൂയ സംസാരിക്കും. ആരെങ്കിലും സംസാരിച്ചാൽ ഒതുങ്ങിക്കൂടുന്ന ഒരു അനുഭവം. എന്തെന്നറിയാമോ? അവരോട് സംസാരിക്കുക ഹല്ലേലൂയ എന്താ കഴിവില്ലെന്നുള്ള തോന്നലുകൾ, ഈഗോ പറ്റുകയില്ല. പക്ഷേ ഹല്ലേലൂയ ദൈവം പടിപടിയായിട്ട് സ്തോത്രം പെട്ടെന്നല്ല. കുഞ്ഞുനാളിലെ ആഗ്രഹം കൊണ്ടത് 13ാമത്തെ വയസ്സിൽ അഭിഷേകം എന്റെ തലയമേൽ വീണു. ഞാൻ സാക്ഷ്യം എന്തിനാണെന്നറിയാ പറയുന്നത്. സ്തോത്രം 13ാമത്തെ വയസ്സിൽ ഇതുപോലെ ചർച്ചിൽ 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയുടെ 19ാമത്തെ ദിവസം ഇത് അനുഭവിക്കാത്തൊരു ദൈവ സാന്നിധ്യം ശരീരത്തിൽ അനുഭവിച്ചു. അന്യഭാഷയിൽ ദൈവത്തെ സ്തുതിച്ച് ആത്മസാന്നിധ്യം തലമേൽ വന്നു. അന്ന് 8 പേർ അഭിഷേകം പ്രാപിച്ചു. ഹല്ലേലൂയ. ആ ദേവദാസൻ കോട്ടയത്ത് നിന്നുള്ള ഒരു ജോൺസൺ എന്ന് പറയുന്ന ദേവദാസന. ആ ദേവദാസൻ പറഞ്ഞ അഭിഷേകം പ്രാപിക്കുവാൻ താല്പര്യമുള്ളവർ മുന്നോട്ട് പോവാ. ഇന്ന് അതൊക്കെ അങ്ങ് പോയി കേട്ടോ. ഇന്ന് അഭിഷേകം എന്തെന്നോ ആരാധന എന്തെന്നോ ഒന്നും തലമുറകൾക്ക് അറിഞ്ഞുകൂടാ. അങ്ങനത്തെ ഒരു വല്ലാത്തൊരു കാലം. അന്ന് അഭിഷേകം പ്രാപിക്കുവാൻ 8 പേർ മുമ്പിൽ വന്നു. എന്റെ ഇടത്തും വലത്തും നിന്നായി സ്തോത്ര 7 പേര് അഭിഷേകം പ്രാപിച്ചു. പക്ഷേ ഏറ്റവും ലാസ്റ്റ് ആയിട്ട് ഹല്ലേലൂയ. അപ്പൊ ഞാൻ നോക്കുമ്പോ എല്ലാവരും ആരാധിക്കുക. എല്ലാവരും സ്തോത്രം. നമ്മളെല്ലാം കുഞ്ഞുങ്ങളല്ലേ. എല്ലാവരും തുള്ളിച്ചാടുകയാ. സ്തോത്രം. ചാടി അന്യഭാഷ പറഞ്ഞു. ഓഹ് എന്താ ആരാധന. അപ്പോഴും ഞാൻ നോക്കുമ്പോൾ കണ്ണു തുറക്കുമ്പോൾ അത് എനിക്ക് മാത്രം കിട്ടുന്നില്ല. ഞാൻ കർത്താവേ ഏൽപ്പിച്ചു കൊടുത്തു, വിട്ടുകൊടുത്തു, പ്രാർത്ഥിച്ചു. കുറവുകളും നമ്മൾ ചിലർ പറയാം, ദേവദാസം പറഞ്ഞു വിട്ടുകൊടുക്കണം, നാവിന് വിട്ടുകൊടുക്കണം, കുറവുകളൊക്കെ ഏറ്റു പറയണം. അപ്പൊ ആ കുറവ് എന്തെങ്കിലാണോ പ്രാപിക്കുവാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസിലോട് ഇടയ്ക്ക് നെറ്റിന്റെ പ്രോബ്ലം വന്നതുകൊണ്ട് ചെറിയ മിസ്റ്റേക്ക് വന്നു. ദൈവനാമത്തെ ക്ഷമ ചോദിക്കുകയാണ്. സ്തോത്രം. ഞാനിങ്ങനെ ഏൽപ്പിച്ചു കൊടുത്ത് ആരാധിക്കുവാൻ തുടങ്ങിയപ്പോൾ ഹല്ലേലൂയ ഒരു വലിയ ദൈവ സാന്നിധ്യം സ്തോത്രം ഇന്നും എനിക്ക് ഓർമ്മയുണ്ട്. സ്തോത്രം. പരിശുദ്ധാത്മാവിനെ തൊടുന്നത് ഞാൻ അനുഭവിക്കുവാൻ തുടങ്ങി. ഹല്ലേലൂയ. ഒരു വലിയൊരു പ്രകാശം എന്റെ ശരീരത്തിൽ വന്ന് വീഴുന്ന ഒരു അനുഭവം ഉണ്ടായി. ഞാൻ നോക്കിയപ്പോ പ്രകാശത്തിനകത്ത് ഞാനായി. ആ പ്രകാശം എന്നെ ആവരണം ചെയ്തിരുന്നു. നാവുകളും വാക്കുകളും സംസാരം അല്ലെങ്കിൽ ആ പറയുന്ന രീതി അങ്ങ് മാറി. അഭിഷേകത്തിന്റെ സാന്നിധ്യം വന്നപ്പോ ഒച്ച അല്ലെങ്കിൽ സൗണ്ട് വ്യത്യാസമായി. വല്ലാത്തൊരു ആത്മീയ അന്തരീക്ഷം, ആരാധന അങ്ങ് വെളിപ്പെട്ടു. അന്യഭാഷകളിൽ നിറഞ്ഞ് സ്നാനപ്പെടുന്നതിന് മുമ്പ് അഭിഷേകം പ്രാപിച്ചു. അഭിഷേകത്തിന്റെ സാന്നിധ്യവും. അപ്പോ നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന ആന്റിമാരൊക്കെ ഇങ്ങനെ ശരീരം അനങ്ങിയൊക്കെ ആരാധിക്കുമ്പോൾ നമുക്കൊക്കെ കൊതിയ. നമ്മൾ ചുമ്മാ അതൊക്കെ അന്യഭാഷയൊക്കെ കളിയാക്കിയൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കും. പക്ഷേ യഥാർത്ഥമായി വന്നപ്പോൾ നാമും അങ്ങനെ തുള്ളുവാൻ തുടങ്ങി, നാമും ചാടാൻ തുടങ്ങി, നാമും ആരാധിക്കുവാൻ തുടങ്ങി. സ്തോത്രം. സ്തോത്രം. ദൈവത്തിന്റെ അഭിഷേകം വന്നാൽ നമ്മുടെ അവസ്ഥ മാറ്റുമെന്ന് പറഞ്ഞത്. അനുഭവങ്ങൾ നിങ്ങളോട് എന്തിനാ ഷെയർ ചെയ്ത് ചോദിച്ചാ ഈ അഭിഷേകമാണ് ഇന്നും നിങ്ങളുടെ മധ്യേ നിർത്തിയിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞങ്ങളായിരിക്കുന്ന ചർച്ചിൽ ഇന്ന് ഞങ്ങൾ വന്നിട്ട് ഇത് 9ാമത്തെ വർഷം തുടങ്ങി. സ്തോത്രം. സ്തോത്രം. എന്റെ ഹസ്ബൻഡിന്റെ പപ്പയാണ് ഈ ചർച്ചിൽ 11 മാസം ഇരുന്നത്. ഇവിടെ ഇരിക്കുമ്പോൾ പുള്ളി പെട്ടെന്ന് അറ്റാക്ക് കാരണം മരിക്കുവാനിടയായി തീർന്നു. മരിച്ചപ്പോൾ ഇവിടുത്തെ സഭക്കാർ ആവശ്യപ്പെട്ടു ഇവിടെ ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്നു. സ്തോത്രം. അപ്പോഴും മരണസമയത്ത് ഇവിടുത്തെ വിശ്വാസികൾ വന്നു ഞങ്ങളോട് ചോദിച്ചു, ഞങ്ങളുടെ സഭയിൽ വരുവാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? അപ്പോൾ സ്തോത്രം. ഞാൻ ആരും കാണാതെ റൂമിനകത്ത് കയറി കർത്താവേ സ്തോത്രം. ഈ ചർച്ചിന് 40 വർഷത്തെ പഴക്കമുണ്ട്. ന്യൂ ഇന്ത്യ ചർച്ച. സ്തോത്രം. ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവേ ഹല്ലേലൂയ എന്നെക്കാളും കഴിവുള്ളവർ, എന്നെക്കാളും ഞാൻ ജനിക്കുന്നതിന് മുമ്പേ ചർച്ചിൽ പോയവർ, എന്നെക്കാളും വചന പാണ്ഡിത്യമുള്ളവർ, അവരുടെ നടുവിൽ എനിക്ക് നേരെ എഴുന്നേറ്റ് ഒരു വാക്യം പോലും പറയുവാൻ അറിഞ്ഞൂടാ, പ്രസംഗിക്കുവാൻ അറിഞ്ഞൂടാ. പാടും ആരാധിക്കും. നന്നായിട്ടൊന്നും വലിയ പാട്ടുകാരി ഒന്നുമല്ല, എങ്കിലും പാട്ടിനകത്ത് ദൈവ സാന്നിധ്യം അനുഭവിച്ച് അറിഞ്ഞത് എനിക്ക് അങ്ങനെ കഴിവുകളൊന്നുമില്ല എന്ന് ഞാൻ ദൈവ സാന്നിധ്യം കർത്താവേ പോകണമോ, പോയാൽ പരാജയപ്പെടുമോ സ്തോത്രം എന്നൊക്കെ ചോദിച്ചപ്പോൾ ദൈവാത്മാവ് വചനത്തിലൂടെ വെളിപ്പാട് തന്നു. ആ വചന വെളിപ്പാട് വളരെ കറക്റ്റ് ആയിരുന്നു. ദൈവത്തിന്റെ ആത്മാവ് ഈ ബലത്തോടെ നീ പോകുന്നിടത്ത് നീ ഉണ്ടെന്ന് അറിവ് ചെയ്ത് ഞാൻ മോശ പറഞ്ഞതുപോലെ പല കഴിവുകൾ പറഞ്ഞു. കർത്താവേ വേണ്ടത്ര വിദ്യാഭ്യാസമില്ല, കഴിവുകളൊന്നും എനിക്കില്ലപ്പാ, ഞാൻ പോയാൽ പരാജയപ്പെടുമോ? സ്തോത്രം. മോശ പറഞ്ഞു തടിച്ച നാവുള്ളവനാ, വിക്കനാ എന്നൊക്കെ പറഞ്ഞതുപോലെ പലതും പറഞ്ഞു. പക്ഷെ മോശയെ ദൈവം തിരഞ്ഞെടുത്തതുപോലെ അടിയനെ ദൈവം തിരഞ്ഞെടുത്തു. സ്തോത്രം. ഇവിടെ വന്നു. ഇവിടെ കുറച്ചുപേർ 10 പേർക്ക് അഹമാണ് ഇവിടെ ഉണ്ടായിരുന്നത്. സ്തോത്രം. പക്ഷേ ദൈവകൃപയാൽ ദൈവം ഇന്ന് നമ്മുടെ സ്ഥിതിക്ക് മാറ്റം നൽകി. ഞങ്ങൾ വന്നത് മുതൽ എഴുതി വെച്ച് പ്രാർത്ഥിച്ചു. 3 നിലയുടെ പ്ലാൻ വരച്ച് ചെവരിലൊട്ടിച്ച് പ്രാർത്ഥിച്ചു. കർത്താവ് ഞങ്ങൾക്ക് ഇതുപോലെ
അതുപോലെ ഒരു ആലയം തരണം. ആമേൻ. മണ്ണ് ചവിട്ടിപ്പറച്ചു വെച്ച ഒരു ആലയമായിരുന്നു, അടിസ്ഥാനം ശരിയല്ലാത്ത ആലയമായിരുന്നു. പക്ഷേ ഞങ്ങൾ ആമേൻ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. കഴിഞ്ഞ മാസങ്ങളിൽ അത് വാർക്കുവാനിടയായി തീർന്നു. സ്തോത്ര. ഇതെന്തിനാ സാക്ഷ്യം പറഞ്ഞത്? ഹല്ലേലൂയ. ഇന്ന് 50-ലധികം പേർ ദൈവം തന്നു. ഈ ലോക്ക്ഡൌൺ സമയത്ത് പുതിയ 2 കുടുംബങ്ങളെ ദൈവം തന്നു. ആമേ ഇവിടെ നിന്ന് ഓട്ടിക്കുവാന്, ഇവിടെ ഒന്നുമില്ലാത്തവനെ പോലെ ആമേ എല്ലാവരും പറഞ്ഞു. ഹല്ലേലൂയ. ഇതിനകത്തും ഉള്ളവർ പറഞ്ഞു, പുറത്തുള്ളവർ പറഞ്ഞു, ഇത് പണിയാൻ പോകുന്നില്ല, ഇത് നടക്കത്തില്ല. പക്ഷേ ആമേ സാധുക്കളുടെ പ്രത്യാശയ്ക്ക് ദൈവം ഭംഗം വരുത്തുന്നവനല്ല. ആമേ. കഴിവല്ല ഞാൻ പറയുന്നത്, അഭിഷേകം ചിലത് ചെയ്യിപ്പിച്ചെന്നേ. ആമേ ഭവനങ്ങൾക്കകത്ത് കയറി ചെല്ലുമ്പോൾ തന്നെ ഭവനങ്ങൾക്കകത്ത് ആമേ കുടികുറ്റി വാഴുന്ന പൈശാചിക മണ്ഡലങ്ങൾ ആമേ വിട്ടുപോകത്തക്കവണ്ണമുള്ള അഭിഷേകം നമ്മുടെ മേൽ ഉണ്ടെന്ന് ഹല്ലേലൂയ ദൈവാത്മാവ് പഠിപ്പിക്കുവാനിടയായി തീർന്നു. നിങ്ങളുടെ മറ്റേ ഇരിക്കുമ്പോഴും സ്തോത്ര, ഇന്ന് രാത്രികാലം പറയട്ടെ സ്തോത്ര, കഴിവുകളൊന്നും പറയുവാനില്ല, ദൈവം തന്ന ദാനമാണ്. ഹല്ലേലൂയ. രാത്രിയിലും ആമേ സ്തോത്ര, ദൈവത്തിന്റെ പാടുകളെ കേൾക്കുവാൻ വേണ്ടി നമ്മുടെ ഹൃദയങ്ങളെ ദൈവസ്ഥനെ ഏൽപ്പിച്ചു കൊടുക്കാം. അടുത്തൊരു വ്യക്തിയും കൂടെ വേഗം പറഞ്ഞ് ആമേ ഞാൻ പ്രാർത്ഥിക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. ആമേ 2 രാജാക്കന്മാരുടെ പുസ്തകത്തിനകത്ത് വരുമ്പോൾ അതിന്റെ ആമേ സ്തോത്രം 2-13 വാക്യം വായിക്കുമ്പോൾ അതിനകത്ത് ഇതാ ഒരു എലീശ പിൻപറ്റുക. എലീശ പിൻപറ്റുന്നത് എന്തിനാണെന്നറിയോ? ആത്മാവിന് ഇരട്ടി ശക്തിക്ക് വേണ്ടി. അവൻ എവിടേക്ക് ഏലിയാവ് പോയോ അവിടെ എല്ലാവരും നമ്മുടെ പക്ഷെ പറഞ്ഞ ഒരു നായി പുറകെ നടക്കുന്നത് പോലെ ഹല്ലേലൂയ എലീശ അവന്റെ പുറകെ നടക്കുക. എവിടേക്കാ പോയത്? ഗിൽഗാലിൽ പോയി, ബേഥേലിൽ പോയി, ഹല്ലേലൂയ യെരിഹോവിൽ പോയി, യോർദാൻ വരെ പോയി. സ്തോത്ര. ഈ കൃപയ്ക്ക് വേണ്ടി ആ ഭക്തൻ സഹിച്ച ത്യാഗങ്ങളൊന്നും ഓർക്കണമേ. കൂടുന്നവരൊക്കെ പറഞ്ഞു ഇവൻ അവന്റെ പുറകെ എന്തിനാണ് നടക്കുന്നത്, ഇപ്പൊ തന്നെ കിട്ടുമെന്നൊക്കെ ഒരു പക്ഷേ പരിഹസിച്ച് കാണാം. പക്ഷേ എലീശയ്ക്ക് അറിയാം, ഓ ഹാലലൂയ ഈ നായകൻ അല്ലെങ്കിൽ എന്നെ സ്തോത്രം ഞാൻ ഇവന്റെ പിറകെ നടക്കണമെങ്കിൽ ഇവന്റെ മേലൊരു ശക്തി ഉണ്ട്. ആ ശക്തി അവനിൽ തന്നെ ഒതുങ്ങുന്ന ശക്തിയല്ല, അത് മറ്റുള്ളവരിലേക്ക് പകരുന്നതാ. ഒരു അനുഭവം കൂടെ പറയട്ടെ. കുഞ്ഞിനാൾ ഞാൻ അഭിഷേകത്തിന്റെ ശക്തിയാൽ മതിമറന്ന് ആരാധിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. അടുത്തിരിക്കുന്നവരൊന്നും നോക്കത്തില്ല. സ്തോത്രം. ആരാധിക്കും, ശരീരം അനങ്ങിയായിരിക്കും, ശരീരം വിട്ടുകൊടുത്ത് ആരാധിക്കും, ചാടി ആരാധിക്കും, നൃത്തം ചെയ്ത് ആരാധിക്കും. ഇപ്പോഴും പരിധികളൊക്കെ നമ്മൾ വെച്ചിട്ടുണ്ട്. അന്നത്തെ ആരാധന പരിധിയില്ല. ഉപവാസ പ്രാർത്ഥന നടക്കുമ്പോൾ ആരാധനയ്ക്ക് പ്രാധാന്യം കൊടുത്ത് ആരാധിച്ച ഒരു വ്യക്തിയാണ്. അപ്പോൾ സ്വന്തം സഭയിൽ വേറൊരു ഒരു സഹോദരി അല്ലെങ്കിൽ ഒരു സഹോദരി എന്റെ അടുത്തിരുന്നു. അവൾ ആരാധന കഴിഞ്ഞിട്ട് എന്റെ അടുക്കൽ വന്നപ്പോ പറഞ്ഞു, നിന്റെ സ്വന്തം അവര് ആ പാസ്റ്റർ ഒരു വിഷയം പറഞ്ഞു, കരം കോർത്ത് പ്രാർത്ഥിക്കാൻ ഒരു വിഷയം പറഞ്ഞു. ഞാൻ ആ സഹോദരന്റെ കൈക്ക് പിടിച്ചു, കരം പിടിച്ചപ്പോൾ സ്തോത്ര ആ സഹോദരി ആരാധന കഴിഞ്ഞിട്ട് പറഞ്ഞു, ഒരു തീയുടെ അനുഭവം, ഒരു ചൂടിന്റെ അനുഭവം, ഒരു തീയായിരുന്നു. ഹല്ലേലൂയ. ഒരു വല്ലാത്തൊരു ദൈവ സാന്നിധ്യം എന്റെ അടുത്തിരുന്നപ്പോൾ അനുഭവിക്കുവാനിടയായി തീർന്നു എന്ന് ആ സഹോദരി മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ എന്നോട് പറയുവാനിടയായി തീർന്നു. സ്തോത്ര. ഇന്ന് രാത്രികാലം പറയട്ടെ, സ്തോത്ര ഇവിടെ ഇതാ പിൻഗമിക്കുന്ന ഒരു എലീശ പിൻഗമിച്ച് മുമ്പോട്ട് പോകുമ്പോൾ ഇതാ ഏലിയാവ് പറയുന്നത്, ഞാൻ ഉയരത്തിൽ എടുക്കപ്പെടുന്ന നീ കാണുകയാണെങ്കിൽ ഇരട്ടിപ്പകുതി ചോദിച്ചത് നിനക്ക് കിട്ടും. കണ്ണ് അവന്റെ നോട്ടം തെറ്റില്ല. അവന്റെ ലക്ഷ്യം എലീശ സ്വർഗത്തിൽ പോകുവാൻ അല്ലെങ്കിൽ സ്തോത്രം ഉയരത്തിൽ പോകുവാൻ സമയമായ ആ ചിന്തയോടെ മുന്നോട്ട് വരികയാ. അതിന്റെ നടുവില് എവിടെ പോയോ അവിടെയൊക്കെയുണ്ട്. ഇത് പെട്ടെന്ന് അവിടെ ചില മാറ്റങ്ങളോട് സംഭവിക്കുക. ഏലിയാവ് ചുഴലിക്കാറ്റിന്മേൽ എവിടെ എടുത്തു? ഉയരങ്ങളിലേക്ക് എടുത്തു. ഈ കാറ്റിന്റെ ശക്തി കൊണ്ട് അവന്റെ തോളത്ത് കിടന്ന പുതപ്പ് ഇതാ എലീശയുടെ കൈ വീഴുവാൻ തുടങ്ങി. അഭിഷേകത്തിന്റെ പുതപ്പ് അവൻ ഏറ്റെടുക്കുവാൻ തയ്യാറായി. ഹല്ലേലൂയ. ഇതാ പുതപ്പ് അവന്റെ മേൽ വീണു. ഞാൻ കഴിഞ്ഞ ദിവസങ്ങൾ ചിന്തിച്ചു, ഒരു ഹല്ലേലൂയ പുതപ്പ് അല്ലെങ്കിൽ ഷോൾ ഒരു മനുഷ്യന് ഇത്രയും ദൂരം എവിടെയൊക്കെ ഇട്ടുകൊണ്ട് പോയി അതിനകത്തൊന്ന് വിയർപ്പ് കാണുക, അത് കൈകൊണ്ട് എടുക്കുവാൻ കഴിയാത്ത സ്മെല്ല് കാണുക, വിയർപ്പിന്റെ ഗന്ധം. ഓ രാമാനശാന്തനെ പക്ഷേ സ്തോത്രം ഇവൻ നോക്കിക്കൊണ്ട് നിൽക്കുക, ഇരട്ടി പങ്ക് പ്രാപിക്കുവാൻ വേണ്ടി കാത്തിരുന്നു. പക്ഷേ ഹല്ലേലൂയ ഒന്നും അവൻ പ്രാപിച്ചില്ല. പ്രത്യക്ഷത്തിൽ അവന്റെ കണ്ണുകൊണ്ട് കാണുവാൻ കഴിഞ്ഞില്ല. ഇതാ കൊടുങ്കാറ്റടിക്കുക, ചുഴലിക്കാറ്റടിക്കുക. അതിന്റെ നടുവിൽ ഇതാ ഏലിയാവിൽ നിന്ന് ഒരു പുതപ്പ് എലീശയുടെ കരങ്ങളിൽ എലീശയുടെ മേൽ വീഴുവാൻ തുടങ്ങി. സ്തോത്രം. ആ പുതപ്പിനെ അവന്റെ കൈ
കയ്യിലെടുത്തു. ആമേൻ, കയ്യിൽ നീ എടുക്കുവാൻ തയ്യാറാണ്. അതാ എന്റെ വിഷയം. നീ എടുക്കുവാൻ തയ്യാറാകുമ്പോഴേ അഭിഷേകം അവിടെ വെളിപ്പെടുത്തിയുള്ളൂ. കല്ല് എടുത്തു. ഹല്ലേലൂയ. ആമേൻ, ആമേൻ, ആമേൻ. ശിംശോൻ താടി, ആമേൻ, പച്ചക്കല്ലുടെ താടിയുടെ, ആമേൻ, ഹല്ലേലൂയ, എല്ലെടുത്തു. ഇതാ സ്തോത്രം. ആമേൻ, മോശ വടിയെടുത്തു. ആമേൻ, ഇതാ അടുത്തതാ എലീശ പുതപ്പെടുകയാണ്. ഹല്ലേലൂയ. എത്ര പേർക്ക് പറയുന്ന ആഴങ്ങൾ മനസ്സിലാകുന്നു? ആമേൻ, പുതപ്പെടുത്തപ്പോൾ ആമേൻ സ്തോത്രം വിടത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ആമേൻ സ്തോത്രം യോർദാൻ നിൽക്കുക. ഹല്ലേലൂയ. ആമേൻ, ആമേൻ. സമയം ഒത്തിരി പോകുന്നു. ആമേൻ, അല്പം കൂടെ നിങ്ങൾ ക്ഷമിക്കണമേ. ആമേൻ, എന്തിനാ യോർദാൻ? അനേകരെ മുക്കിക്കൊന്ന യോർദാൻ, അന്തിയൊഴുക്കുള്ള യോർദാൻ. ആമേൻ, മഴയത്തും വെയിലത്തും ഒരുപോലെ കരകവിഞ്ഞൊഴുകുന്ന യോർദാൻ. ആമേൻ, ഇരട്ടിപ്പങ്ക് അവന്റെ കയ്യിലുണ്ടെന്ന് മനസ്സിലായി. ആമേൻ, അപ്പോൾ ആമേൻ മുമ്പോട്ട് വിടാതെ വണ്ണം തടയുന്ന യോർദാൻ. അതിന്റെ നടുവിൽ ഒരു ചോദ്യം ചോദിച്ചുകൊണ്ട് പുതപ്പെടുത്ത് ആമേൻ അതിന്റെ നടുവിൽ അടിക്കുവാനിടയായി തീർന്നു. ഏലിയാവിന്റെ ദൈവം എവിടെ? ഹല്ലേലൂയ എന്ന് ചോദിച്ചുകൊണ്ട് ഇത് അഭിഷേകത്തെ ഇരട്ടിപ്പങ്ക് പ്രാപിച്ചവൻ ഇതാ പുതപ്പ് വെള്ളത്തിന്മേൽ അടിക്കുമ്പോൾ ഇതാ വഴി മാറുകയാണ്. വഴി മാറാതെ നിന്നത്, വിടത്തില്ല എന്ന് പറഞ്ഞത് അക്കരെ എത്തിക്കത്തില്ല. നീ അപ്പുറത്ത് പോയാലേ നിനക്ക് ശുശ്രൂഷയുള്ളൂ. ഇവിടത്ത് കൊണ്ട് ശുശ്രൂഷ തീരത്തില്ല. അടുത്തൊരു ലെവലുകളിലേക്ക് പോകണമെങ്കിൽ എരികോ പട്ടണത്തിലെ ഗർഭനാശമോ അവിടത്തെ വെള്ളത്തെ പത്യമാക്കണമെങ്കിൽ അവൻ നീ ഈ യോർദാനെ ഇപ്പുറത്തിൽ നിന്നാ പറ്റത്തില്ല. പേരിച്ചുകൊണ്ട്, ചിലതിനെ പേരിച്ചുകൊണ്ട് ഹല്ലേലൂയ മുമ്പോട്ട് നിൽക്കുന്ന ആമേൻ തിരമാലകളെ, ഹല്ലേലൂയ അടിയൊഴുക്കുകളെ, ആമേൻ നന്മകളെ വലിച്ചു താഴ്ത്തുന്ന യോർദാന്റെ ശക്തിയെ കീറി മുറിച്ചുകൊണ്ട് അപ്പുറത്ത് പോകണമെങ്കിൽ ഈ പുതപ്പിന്റെ കാര്യങ്ങളിൽ ഈ ആമേൻ നവംബർ ഡിസംബർ മാസം 1-ാം തീയതി പുതപ്പെവിടെ? ദൈവം തന്ന കൃപ എവിടെ? ദൈവം തന്ന അഭിഷേകം കയ്യിലുണ്ടോ സഹോദരി? ഹല്ലേലൂയ. ദൈവം തന്ന താലന്തുകൾ നിന്റെ കയ്യിലുണ്ടോ? അത് കയ്യിൽ നിന്നെല്ലാം കൈവിട്ടു പോയോ? ആമേ ഭാരപ്പെടണ്ട. ആഗ്രഹിക്കുകയാണെങ്കിൽ നീ ആർത്തിയുള്ളതിനെ തൃപ്തിപ്പെടുത്തുന്ന ദൈവസ്ഥാനത്തെ ജീവിതത്തിനകത്ത് വെളിപ്പെടുവാൻ പോകുകയാണ്. ആമേൻ, 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 ആമേ. കല്ലിന്മേലും എല്ലിന്മേലും ആമേ സ്തോത്രം, പുതപ്പിന്മേലും ആമേ സ്തോത്രം, വടിയിന്മേലും ആമേ ഉപയോഗിക്കേണ്ടതുപോലെ കരങ്ങളെടുത്തപ്പോൾ ദൈവപ്രവൃത്തി വെളിപ്പെട്ടെങ്കിൽ ഓ ഹല്ലേലൂയ, പ്രാർത്ഥനയാകുന്ന വടി, അഭിഷേകമാകുന്ന കല്ല്, കവണയാകുന്ന ദൈവവചനം, ആമേ സ്തോത്രം, പുതപ്പാകുന്ന ദൈവസാന്നിധ്യം, ആത്മാവിന്റെ അഭിഷേകം, ഹല്ലേലൂയ. കരങ്ങളെടുത്തുകൊണ്ട് നിൽക്ക്. അന്ത്യകാലത്തിന് ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവം തന്നെ കണ്ടിട്ടുണ്ട്. അഭിഷേകത്തിന്റെ തലമേലുണ്ട്. ആമേ രാജ്യങ്ങളെ കീഴ്പ്പെടുത്തുക, രാഷ്ട്രങ്ങളെ സുവിശേഷം പറയുക, ജാതികളെ ആമേ ദൈവത്തിലേക്ക് അടുപ്പിക്കുക. ദൈവാത്മാവിൽ കൂടെ പദ്ധതിയുണ്ട്. അഭിഷേകത്തിന്റെ ശക്തി ഈ രാത്രികാലവും നമ്മുടെ ജീവിതങ്ങൾക്കകത്ത് വെളിപ്പെടട്ടെ. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ ഒരറിയപ്പെടാത്ത ദൈവ സാന്നിധ്യം ആമേൻ, ആമേൻ, ആമേൻ അനുഭവിച്ചുകൊണ്ട് നിങ്ങളോട് വിളിച്ചു പറയുന്നത് ഈ അഭിഷേകത്തിന് ശക്തിയുണ്ട്. അത് പിശാച് പേടിക്കുന്നത് അഭിഷേകം. ആമേ പിശാച് മാത്രമല്ല, പിശാചിന്റെ കോട്ടകൾ പേടിക്കുന്നതാ. കുടിയിരിപ്പ് ശക്തികൾ പേടിപ്പിക്കുന്ന ആമേ കുടിയിരിപ്പ് ശക്തികൾ വീഴും. ആമേ പെട്ടകത്തിന്റെ ശക്തി, ദാഗോന്റെ ക്ഷേത്രത്തിനകത്ത് നിങ്ങളൊന്ന് ചിന്തിക്കണമേ. പെട്ടകം ചെന്നപ്പോ അവിടെ ഇരുന്ന പ്രതിമ, അവിടെ ഇരുന്ന വിഗ്രഹം മറിഞ്ഞടിച്ച് വീണു. ആമേ ഈ പെട്ടകത്തിന് ശക്തിയുണ്ട്. ഈ പെട്ടകത്തിന്റെ ശക്തി നമ്മുടെ മേലുണ്ട്. ആ ശക്തിയുടെ അളവിനെ അളക്കുവാൻ കഴിഞ്ഞിട്ടില്ല. ആമൻ ആഴങ്ങളെ വിവേചിക്കുന്ന ശക്തി, ആമൻ വസ്ത്രത്തിന്റെ അറ്റത്ത് തൊട്ടവിടെ മേൽ വ്യാപരിച്ച ശക്തി. 12 വർഷം കൊണ്ട് രോഗിയായിരുന്നു. ഈ ശക്തി അവിടെ മേൽ വന്നപ്പോൾ അവളുടെ രോഗത്തിന്റെ കെട്ടുകൾ അഴിഞ്ഞു. ഹല്ലേലൂയ. അവളെ ബാധിച്ചിരുന്ന രോഗബന്ധനം അഴിഞ്ഞു. തൽക്ഷണത്തിൽ അവൾ വിടുതൽ പ്രാപിച്ചു. ഹല്ലേലൂയ. ഇതേ ശക്തിയോടെ മുന്നോട്ട് പോകുവാൻ 2020 തീരുവാൻ പോകുന്നു. അതിലെ ശക്തിയുണ്ടോ മകളെ? ശക്തിയുണ്ടോ? ദൈവ സാന്നിധ്യമുണ്ടോ? ദൈവിക അഭിഷേകത്തിന്റെ കയ്യിലുണ്ടോ? പരാജയപ്പെട്ടു പോകത്തില്ല കേട്ടോ. ആമേൻ നിരാശപ്പെട്ടു പോകത്തില്ല. ആമേൻ 2021 ആമേൻ നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഈ ശക്തിയിൽ ചിലത് ചെയ്തെടുക്കുവാൻ, നിങ്ങളായിരിക്കുന്ന ദേശത്ത്, നിങ്ങളായിരിക്കുന്ന പട്ടണത്തിൽ, നിങ്ങളായിരിക്കുന്ന ഭവനത്തിൽ ഹല്ലേലൂയ ചിലത് ചെയ്തെടുക്കുവാൻ ദൈവം ഇടയാക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ആമേൻ. സമയം ഒത്തിരി പോയി കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ നല്ല പിതാവേ, നല്ല സമയത്തിനായി സ്തോത്രം. അഭിഷേകത്തിന്റെ ശക്തി എന്ന ഒരു സബ്ജക്ട് ചുരുക്കം ചില നിമിഷങ്ങൾ ദൈവാത്മാവ് തന്ന അറിവിനും കഴിവിനും ഒത്തവണ്ണം ആമേൻ കർത്താവേ ഫേസ്ബുക്കിൽ ആമേൻ ലൈവിലൂടെ പറയുവാൻ
ഒരു യോഗ്യതകളും പറയുമില്ല. ചടിയുടെ ദൈവം ഭാഗ്യം തന്നതിനായി സ്തോത്രം. പറയപ്പെട്ട വചനങ്ങൾ ആത്മീയ ദൂതുകൾ ജനത്തിൽ വിടുതലായി തീരുവാൻ ദൈവം സഹായിക്കും. ഈ പേജിലൂടെ അനേക ക്രിസ്തുവിനെ കാണുവാൻ, അനേകർക്ക് ആശ്വാസമായി തീരുവാൻ ദൈവദാസൻ കർത്താവേ നേതൃത്വം കൊടുക്കുന്ന ഗ്രൂപ്പ് ഈ പേജ് അനുഗ്രഹമായി തീരട്ടെ. ഇടയന്റെ ശബ്ദം കേൾക്കുന്ന ആടുകളായി ഹല്ലേലൂയ, ഇടയന്മാരുടെ കർത്താവ് ഇടയന്റെ ശബ്ദം കേൾക്കുന്ന ഒരു ഗ്രൂപ്പായി കർത്താവേ ഹല്ലേലൂയ. ശബ്ദം കാദേശ് മരുഭൂമിയെ നടുക്കുന്ന ശബ്ദം, വൻപേടകളെ പ്രസവിക്കുമാറാക്കുന്ന ദൈവ ശബ്ദം അനേക ഹൃദയങ്ങൾക്ക് ആശ്വാസം കൊടുക്കുമാറാകണമേ. ഇന്ന് ലൈവിൽ കടന്നു വന്നവർ, ഇനി കാണുവാനുള്ളവർ, അവർക്കെല്ലാം ഈ മെസ്സേജ് അനുഗ്രഹമായി തരുവാൻ ദൈവം സഹായിക്കും. അത്ഭുതങ്ങൾ ദൈവം ചെയ്യും. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ, 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 ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ഒരിക്കൽ കൂടെ കർത്താവിന്റെ വിലപ്പെട്ട ദൈവദാസന് എന്റെ പേരിലുള്ള പ്രത്യേക നന്ദി ഞാൻ അർപ്പിക്കുകയാണ്. സ്തോത്രം. പാസ്റ്ററെയും കുടുംബത്തെയും ഈ പേജിനെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ലൈവിൽ കടന്നു വന്ന എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക്, നിങ്ങളെ അവസ്ഥകളൊക്കെ ദൈവം മാറ്റട്ടെ. 2021 നന്മയുടെയും അനുഗ്രഹത്തിന്റെയും വർഷമായി തീരട്ടെ. ഹല്ലേലൂയ. ഈ ഡിസംബർ മാസം നമ്മെ വിട്ട് പോകുവാൻ ഇനി ചില ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ഒരു വർഷം നമ്മെ വിട്ടു പോകുവാൻ ചില ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ഭദ്രമായി ദൈവം സൂക്ഷിച്ചു, ഭദ്രമായി ദൈവം നമ്മെ കരുതി. പട്ടിണി കിടത്തില്ല. അന്നൊന്നും വേണ്ടുന്നതും എല്ലാം ദൈവം നമുക്ക് തന്നു. ഹല്ലേലൂയ. ആ ദൈവത്തിന്റെ സന്നിധിയിൽ അഭിഷേകത്തിന്റെ ശക്തി കെട്ടുപോയതിനെ സ്തോത്രം പിന്നെയും ദൈവം നൽകുവാൻ ശക്തനാണ്. ആഗ്രഹിക്കുന്ന ആരൊക്കെ ഉണ്ട്, ദൈവം നിങ്ങളുടെ മേലെ ആ ശക്തി നൽകുവാൻ അവൻ ശക്തനാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഏൽപ്പിച്ചു കൊടുത്താട്ടെ. ദിവസങ്ങളിൽ അഭിഷേകത്തിന്റെ ശക്തി ദേശങ്ങളിൽ വെളിപ്പെടണം. സഭയ്ക്കകത്ത് വെളിപ്പെടുമ്പോൾ അത് ദേശങ്ങളിൽ വ്യാപരിക്കുക. ദേശങ്ങളിൽ വെളിപ്പെടുമ്പോൾ അത് ജില്ലകളിൽ വ്യാപരിക്കുക. ജില്ലകൾ വിട്ട് ഇതാ ഹല്ലേലൂയ രാജ്യത്തിന് അടുത്തടുത്തേക്ക്. ഹല്ലേലൂയ. ഇത് ഒതുക്കപ്പെടുന്ന ശക്തിയല്ല. എലിശയിൽ നിന്ന് ഏലിയാവിൽ നിന്ന് എലിശ പ്രാപിച്ചു. അതുപോലെ ഈ ശക്തിയിൽ ശുശ്രൂഷ ചെയ്യുവാൻ എല്ലാവരും ദൈവം സഹായിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഗോഡ് ബ്ലെസ് യു. ആമേൻ, ആമേൻ, ആമേൻ. Praise the Lord.